ഓക്കെ, അപ്പൊ അശ്വതി ടീച്ചർ അരമണിക്കൂർ ഞാൻ മേടിച്ചതാണ്. നമ്മുടെ പോർഷൻസ് ഒന്നും തീർന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇന്നത്തോടു കൂടി എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് തീർക്കണം. അതിന് വേണ്ടിയിട്ട് ടീച്ചറുടെ ക്ലാസ് ഞാൻ മേടിച്ചതാ അരമണിക്കൂർ. ഓക്കെ, നമുക്ക് നമ്മളെ ആക്ടുകള് 10 ആക്ടുകൾ നമുക്ക് മെയിൻ ആയിട്ടുണ്ട്. അത് കൂടാതെ ലാസ്റ്റ് ഒരു 4-5 ആക്ടുകൾ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഈ 10 ആക്ടുകൾ നമുക്ക് ഓർഡർ ആയിട്ട് പഠിക്കാനായിട്ട് ഞാൻ ഓർഡറിൽ എഴുതി തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ബോണസ് ആക്ട്, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് വരെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? അതുവരെയല്ലേ നമ്മൾ എടുത്തേക്കണത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല മാം, എനിക്കറിയില്ല. ഞാൻ ക്ലാസ് റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ നമ്മള് ഒരുമിച്ച് ഇന്നത്തെ എല്ലാ ആക്ടുകളും ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ആക്ട് എന്ന് പറയണത് ഇമ്പോർട്ടന്റ് ആണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ ആക്ട് ഒരു 2-3 ആക്ടെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ഒരു കോഡ് എനിക്ക് മനസ്സിലായ രീതിയിൽ, എന്റേതായ രീതിയിൽ ഞാൻ ഒരു ചെറിയ കോഡാക്കി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ബുക്കും പേനൊക്കെ എടുക്കുക, എന്നിട്ട് പറയണ പോയിന്റുകൾ എഴുതി വെക്കുക കറക്റ്റ്. അപ്പൊ അതില് പറഞ്ഞ ആക്ട് ഉണ്ടാവും, പുതിയതായിട്ട് പറയണ ആക്ട്. നമ്മൾ ഓർഡർ ആയിട്ടാണ് പോണത്. ഇതില് പല കൊല്ലങ്ങളായിട്ടാണ് കിടക്കുന്നത്. 47 ഇവിടെ ഫസ്റ്റ് ആണെങ്കിൽ 65 ഏറ്റവും ലാസ്റ്റ്, കുറച്ച് 72 അതിന്റെ മുകളിലായിരിക്കും. അപ്പൊ ഇതിങ്ങനെ ഒരു ഡിസോർഡർ ആയിട്ടാണ് കിടക്കണേ. നമ്മളത് ഓർഡറിൽ കറക്റ്റ് എടുത്ത് കറക്റ്റ് ലെവലില് ഓരോന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ പറഞ്ഞു പോകാം. ആക്ടുകൾ ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇത്രയും ഇത് പറയണത്. ഫസ്റ്റ് തന്നെ 10 ആക്ടുകൾ ഉണ്ട്. മെയിൻ ആയിട്ട് ഇതിൽ 10 ആക്ടുകൾ ഫസ്റ്റ് ഉണ്ട്. അപ്പൊ കൗണ്ട് വളരെ കുറവാണല്ലോ. 13 പേരുള്ളൂ. ഇംഗ്ലീഷ് ആയതുകൊണ്ടാണോ എല്ലാവരും ഇത്രയും കുറവ്? ഇംഗ്ലീഷ് ക്ലാസ് ആയതുകൊണ്ടാണോ? അതെ മാം, ഇംഗ്ലീഷ് ക്ലാസ് ആയതുകൊണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ബാക്കിയുള്ളവർ വരട്ടെ, അവര് റെക്കോർഡ് ക്ലാസ് കാണട്ടെ. വൈകി വരുന്നവര് നമുക്ക് പോർഷൻസ് എടുത്ത് ചെയ്തില്ല. എല്ലാവരെയും വെയിറ്റ് ചെയ്ത് വരുമ്പോ നമ്മുടെ പോർഷൻസ് ചെയ്തില്ല. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ആക്ടുകൾ പറയണതില് ഒരു ഹോസ്പിറ്റല്, സാധാരണ ലെവലില് ഒരു ഹോസ്പിറ്റല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനൊരു കൗൺസിൽ വേണം. അപ്പൊ അങ്ങനെ ഇരിക്കല് ഒരു ഹോസ്പിറ്റലില് മെഡിക്കൽ കൗൺസിൽ ആക്ട് പാസ്സായി. എന്താ ആക്ട് പാസ്സായേ? മെഡിക്കൽ കൗൺസിൽ, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. ഞാൻ ഇടയിലൊക്കെ പറയും, എല്ലാ പോയിന്റ് നമ്മൾ ടച്ച് ചെയ്ത് പോകും. ഇടയെന്ന് പറയണത് അത് ഫസ്റ്റ് ഉള്ള ഡേറ്റ് തുടങ്ങി എടുക്കാൻ വേണ്ടിയിട്ട് ഇടയെന്ന് പറയണത്. അപ്പൊ ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1933 സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1933 സ്റ്റാർട്ട് ചെയ്തു. ലേ ഡൗൺ the code of ethics for medical practitioners and controls the medical education. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ കൗൺസിൽ ആക്ട് പാസ്സായത്? ഒരു ഹോസ്പിറ്റൽ രൂപീകരിക്കാൻ പോവുകയാണ്, ഹോസ്പിറ്റലിന്റെ മൊത്തം. അപ്പൊ മെഡിക്കൽ കൗൺസിൽസ് അതിന് രൂപീകരിക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ 1933 ഒരു മെഡിക്കൽ കൗൺസിൽ രൂപീകരിച്ചു. അതിന്റെ മെയിൻ പോയിന്റ് കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ പ്രാക്ടീഷണർമാർക്ക്, മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ പരമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും വരും. ഡോക്ടേഴ്സ്, നഴ്സ്, അവർക്കൊക്കെ എന്ത് ചെയ്യാനാ? അവരെ ധാർമ്മിക കോഡ് സ്ഥാപിക്കാൻ, എത്തിക്സ് ഓഫ് കോഡ് ഓഫ് എത്തിക്സ്, ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ധാർമ്മിക കോഡ് സ്ഥാപിക്കാനും മെഡിക്കൽ വിദ്യാഭ്യാസത്തെ കൺട്രോൾ ചെയ്യാനും, മെഡിക്കൽ എഡ്യൂക്കേഷൻ കൺട്രോൾ ചെയ്യാനും വേണ്ടിയാണ് ഈ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 സ്ഥാപിച്ചത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ നമ്മൾ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 സ്ഥാപിച്ചു. 2 കാര്യത്തിന് വേണ്ടി: കോഡ് ഓഫ് എത്തിക്സിനെ സ്ഥാപിക്കാനും അതുപോലെ തന്നെ മെഡിക്കൽ പ്രാക്ടീഷണർമാർക്ക് എന്ത് കൊടുക്കാനാ? മെഡിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കാൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ധാർമ്മിക കോഡ് സ്ഥാപിക്കാനും മെഡിക്കൽ വിദ്യാഭ്യാസത്തെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കാനും വേണ്ടിയായിട്ടാണ് മെഡിക്കൽ പ്രാക്ടീഷണർമാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കൗൺസിൽ ആക്ട് പാസ്സാക്കിയത്. നെക്സ്റ്റ് എന്താ പറയണേ? സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ആക്ട് ഹാവ് ദ സെയിം ഫംഗ്ഷൻ ഇൻ ദയർ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്. എന്ന് വെച്ചാൽ എന്താ അവിടെ പറയണത്? നിയമത്തിന്റെ കീഴിൽ സ്ഥാപിതമായ എല്ലാ ഹോസ്പിറ്റലും, നിയമത്തിന്റെ കീഴിലുള്ളത് ഹോസ്പിറ്റലിനൊക്കെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച്
അതിന്റെ പ്രവർത്തനങ്ങൾ ഒരേപോലെ ആയിരിക്കും, സെയിം ഫങ്ഷൻ ഇൻ ദയർ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്. എന്നുവെച്ചാ നിയമത്തിന് കീഴില് ഇതുപോലുള്ള ഹോസ്പിറ്റലിന് അതിന്റെ മെഡിക്കൽ കൗൺസിലുകൾക്ക് അതാത് സംസ്ഥാനങ്ങളിൽ, ഏത് സംസ്ഥാനങ്ങളിലാണോ അതുള്ളത് ആ അതുള്ള സംസ്ഥാനങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാവരും ഒരേപോലെ ആയിരിക്കും. അല്ലാണ്ട് ഒരു ഹോസ്പിറ്റലിന് ഇന്ന നിയമം, വേറെ ഹോസ്പിറ്റലിന് ഇന്ന നിയമം, അങ്ങനെ ഒരു നിയമമില്ല. എല്ലാ ഹോസ്പിറ്റലിന്റെയും ഫങ്ഷൻസ് ഒരേപോലെ ആയിരിക്കണം. അതാണ് മെഡിക്കൽ കൗൺസിൽ ആക്ടിന്റെ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 വന്നു. മെഡിക്കൽ പ്രാക്ടീഷനെ കൺട്രോൾ ചെയ്യാനും കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കാനും. പിന്നെ വന്നത് ഒരേപോലെ എല്ലാ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ അതാത് സംസ്ഥാനങ്ങളിൽ എല്ലാത്തിനും ഒരേപോലെ ആയിരിക്കണം. അത് രണ്ടാമത് പറയണത് എന്താ? മൂന്നാമത് പറയണത് റെക്കഗ്നിഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ IMC. IMC എന്ന് പറയുന്നതാണ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. നമ്മൾ ഓരോ അബ്രിവേഷനും ഇമ്പോർട്ടന്റ് ഉണ്ട്, ഫുൾ ഫോം ചോദിക്കും. ഇത് തന്നെ ചോദിക്കണമെന്നില്ല, അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുക. IMC എന്ന് വെച്ചാൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. അപ്പൊ ഈ റെക്കഗ്നിഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസിന്റെ എന്ന് വെച്ചാൽ ടീച്ചിങ് ഹോസ്പിറ്റൽസിന്റെ ഈ അംഗീകാരം, ഇങ്ങനെ നമ്മൾ പഠിച്ചു മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, അപ്പൊ അവരെ പഠിപ്പിക്കുന്നത്, അവരെ ടീച്ചിങ് ചെയ്യണം. അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ മുഴുവനായിട്ടുള്ള കൺട്രോൾ IMC ആണ് പറഞ്ഞത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ, IMCയുടെ ഫുൾ ഫോം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ. ഓക്കെ, അപ്പൊ ഈ റെക്കഗ്നിഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽ സെൻട്രലൈസ്ഡ് കൺട്രോൾഡ് ബൈ IMC എന്ന് വെച്ചാൽ എന്താ? ടീച്ചിങ് ഹോസ്പിറ്റലുകളുടെ ഈ അംഗീകാരം ആർക്കാണ്? ഇതിന്റെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത് IMC ആണ്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. റെക്കഗ്നിഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ, ആരാ കൺട്രോൾ ചെയ്യണേ? IMC, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ഹോസ്പിറ്റൽ രൂപീകരിക്കാനായിട്ട് ഒരു മെഡിക്കൽ കൗൺസിൽ ആക്ട് രൂപീകരിച്ചു. എന്നാ രൂപീകരിച്ചേ? 1933. ഓക്കെ, അപ്പൊ നമ്മുടെ അത് ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. അതിൽ 3 ചെറിയ പോയിന്റുകൾ പറഞ്ഞിട്ടുള്ളൂ, അത് ഓർത്തിരിക്കാം. രണ്ടാമത് പോയിന്റ് പറഞ്ഞത് എന്താ? ഇങ്ങനെ മെഡിക്കൽ കൗൺസിൽ ആക്ട് രൂപീകരിക്കുമ്പോ അവിടെ ഒരുപാട് ആരൊക്കെ ഉണ്ടാവും? നഴ്സുമാര്, കുറെ എംപ്ലോയീസ്, അങ്ങനെ ഒരുപാട് പേരുണ്ടാവും ഇല്ലേ? അപ്പൊ അവർക്കൊക്കെ എന്ത് കൊടുക്കണം? അവർക്ക് എന്ത് കൊടുക്കണം? കൂലി കൊടുക്കണം. അവർക്ക് എന്ത് കൊടുക്കണം? കൂലി കൊടുക്കണം, വേജ് കൊടുക്കണം. അപ്പൊ അത് കഴിഞ്ഞ് കൂലി കൊടുക്കണ തീരുമാനം വന്നത് മെഡിക്കൽ കൗൺസിൽ ആക്ട് വന്നതിന് 3 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് പുതിയൊരു ആക്ട് വന്നു, അതാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വന്നു എന്നാ? 1936. 1936 എന്ത് വന്നു? പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വന്നു. ഓക്കെ, ഈ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വന്നപ്പോ അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താ? അതിന് മെയിനായ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേജസ് ആക്ട് വെറുതെ കൊടുക്കാൻ പറ്റില്ല, അത് കൊടുക്കണതിന് സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. അത് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? എന്ത് കാണിക്കണം? എല്ലാ ഡീറ്റെയിൽസും. അത് കൊടുക്കണമെങ്കിൽ എന്ത് വേജസ്, എന്ത് ജോലിയാണ് ചെയ്യണത്, എങ്ങനെയാണ് ചെയ്യണത്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് അവിടെ കാണിക്കണം. എന്നാൽ മാത്രം ഈ വേജസ് കൊടുക്കാനുള്ള അനുമതിയുള്ളൂ. രണ്ടാമത് എന്താ പറയണേ? വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. എന്ന് വെച്ചാൽ എന്താ? മാസത്തിലെ ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ വേണം ഈ വേജസ് കൊടുക്കാൻ. വേജസ് എങ്ങനെ കൊടുക്കണം? ഒരു മാസം തുടങ്ങിയ അതിന്റെ 7ാമത്തെ ദിവസത്തിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കണം വേജസ് ആക്ട്. അതാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ഹോസ്പിറ്റൽ രൂപീകരിച്ചു, മെഡിക്കൽ കൗൺസിൽ ആക്ട് വന്നു. മെഡിക്കൽ കൗൺസിൽ 1933. 3 വർഷം കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവർക്ക് കൂലി കൊടുക്കാനായിട്ട് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വന്നു. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. ഓക്കെ, 36 വേജസ് ആക്ട് വന്നപ്പോ 2 നിയമങ്ങൾ വന്നു. ഒന്നാമത് എല്ലാ ഡീറ്റെയിൽ അവിടെ കാണിക്കണം. രണ്ടാമത് പറഞ്ഞത് മാസത്തിന്റെ ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ ഈ സംഗതി കൊടുക്കണം, ഇത് കൊടുത്തിരിക്കണം ഈ വേജസ്. ഓക്കെ, അങ്ങനെ വേജസ് ആക്ട് 1936 പാസ്സാക്കി. നെക്സ്റ്റ് വന്ന ആക്ട് എന്താ? ഇങ്ങനെ വേജസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ അവിടുത്തെ സ്റ്റാഫുകൾ തമ്മിൽ എന്തായി? തർക്കം വന്നു, തല്ല് പിടിക്കാൻ തുടങ്ങി അല്ലേ? ശരിക്കും അല്ലാട്ടോ,
ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എന്റേതായ രീതിയിൽ ഒരു കോഡ് വെച്ച് പറയണതാ. ശരിക്കും അവിടെ തർക്കം തല്ലുണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ ആദ്യം കൗൺസിൽ ആക്ട് 33 വന്ന്, അത് കഴിഞ്ഞ് അവർക്ക് കൂലി കൊടുക്കാൻ വേണ്ടി പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 36 വന്നു. അതൊക്കെ കഴിഞ്ഞപ്പോ അവിടെ ഭയങ്കര തല്ല് പിടിച്ചു. നിനക്ക് കൂടുതൽ കൂലി തന്നു, എനിക്ക് കുറച്ച് കൂലിയുള്ളൂ, അല്ലെ? അങ്ങനെയൊക്കെ പറഞ്ഞ് തർക്കം വന്നപ്പോ അവിടെ ഒരു ആക്ട് വന്നു, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. എന്താ ആക്ടാ? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് വന്നു. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അത് 1947. അതിന്റെ ഇടയിൽ 36 തുടങ്ങി 47 വരെയും അവിടെ ഭയങ്കര തർക്കവും തല്ലും ബഹളവും ഒച്ചപ്പാടൊക്കെ നടക്കുകയാണ്. അത് കഴിഞ്ഞ് 47 അവിടെ അവര് തീരുമാനിച്ചു, ഇങ്ങനെ തല്ലും ബഹളവും നടന്നു കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. അപ്പൊ അവിടെ ഒരു ആക്ട് വരണം. ആ ആക്ടാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? തർക്കങ്ങള്. ഡിസ്പ്യൂട്ട്സ് എന്താ? തർക്കങ്ങൾ വന്നു. ആക്ട് വന്നത് 1947 വന്നു. ഓക്കെ, ആ ആക്ടുകള് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് വന്നപ്പോ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? അതിൽ മെയിൻ ആയിട്ട് ഹോസ്പിറ്റൽ അണ്ടർ ടേം ഇൻഡസ്ട്രി, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഞാൻ ഈ കാര്യം മുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചെറിയ പോയിന്റുകൾ മാത്രം നോക്കിയാൽ മതി. മെയിൻ ആയിട്ട് തർക്കത്തിന്റെ ആക്ട് പാസ് ആവണമെങ്കിൽ, അതിൽ ഉൾപ്പെടണമെങ്കിൽ 50 മെമ്പേഴ്സ്, 50 എംപ്ലോയീസ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ക്യാൻ ബി അപ്ലൈഡ് വെൻ നമ്പർ ഓഫ് എംപ്ലോയീസ് 15. 50 മെമ്പർ എങ്കിലും അതിലുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് വന്നത്? സെക്യൂർ ഇൻഡസ്ട്രിയൽ പീസ് ആൻഡ് ഹാർമണി, സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി, അല്ലെ? തല്ല് പിടിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാ? വീണ്ടും തല്ല് പിടിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നിൽക്കുക, അവരെ മാറ്റി സമാധാനം ഉണ്ടാക്കാൻ, പീസ് ആൻഡ് ഹാർമണി, അല്ലെ? അപ്പൊ അതിന്റെ മെയിൻ കാര്യം പീസ് ആൻഡ് ഹാർമണി, സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെയാണ് സെറ്റിൽമെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് വന്നത്. അങ്ങനെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് വന്നു. അപ്പൊ 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് വന്നു. ഓക്കെ, 47 വേറൊരു ആക്ട് കൂടി വന്നിട്ടുണ്ട്, ഈ ഡിസ്പ്യൂട്ട്സ് ആക്ട് വന്നു. ഈ 1947 തല്ലുമാളോ നടന്നപ്പോ ഇത് പരിഹരിക്കാനായിട്ട് ആ കൊല്ലം തന്നെ ആരാ വന്നത്? അവിടെ ഭയങ്കര തർക്കം. നിനക്ക് കൂടുതൽ കിട്ടിയില്ല, എനിക്ക് കുറച്ച് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര തർക്കം. ആ സമയത്ത് എന്ത് വന്നു? നഴ്സുമാര് വന്നു. അവിടെ ആര് വന്നു? നഴ്സുമാര് വന്നു. നഴ്സുമാര് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ തർക്കത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല, നിങ്ങളുടെ തർക്കം തീർക്കാൻ. അപ്പോഴാണ് അവിടെ നഴ്സിംഗ് കൗൺസിൽ ആക്ട് വന്നത്. ആ കൊല്ലം തന്നെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, തർക്കം നിലനിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരെ തർക്കം പരിഹരിക്കാനായിട്ട് ആര് വന്നു? നഴ്സ് വന്നു. അതാണ് എന്താ? നഴ്സിംഗ് കൗൺസിൽ ആക്ട്. 1947 നഴ്സിംഗ് കൗൺസിൽ ആക്ട്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് വന്നു. ഓക്കെ, അപ്പൊ 1947 2 ആക്ടുകൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ആക്ട് ഏതാ? ഡിസ്പ്യൂട്ട്സ് ആക്ട്. ഈ തർക്കം പരിഹരിക്കാൻ വന്നതാണ് നഴ്സ്. അപ്പൊ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ഓക്കെ, അതിലെന്താ പറയണേ? ഫോർമുലേറ്റ് ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ രജിസ്ട്രേഷൻസ് ഓഫ് നഴ്സസ്. എന്ന് വെച്ചാൽ എന്താ? നഴ്സുമാരുടെ രജിസ്ട്രേഷനുള്ള വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണോ, അതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിറവേറ്റണം. ഓക്കെ, അപ്പൊ ഈ ഡിസ്പ്യൂട്ട്സ് ആക്ടിൽ കൂടുതൽ തല്ലുപിടിച്ചവർ ആരായിരിക്കും? നഴ്സുമാരായിരിക്കും എന്ന് വിചാരിച്ചു വെക്കാം. അപ്പൊ അത് പരിഹരിക്കാനാണ് നഴ്സിംഗ് കൗൺസിൽ ആക്ട് രൂപീകരിച്ചത്. ആ കൊല്ലം തന്നെ 1947. നമ്മ 3 ആക്ട് പഠിച്ചു. 33 മെഡിക്കൽ കൗൺസിൽ ആക്ട് വന്നു. 3 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് കൊടുത്തു? വേജസ് കൊടുത്തു. വേജസ് ആക്ട് വന്നു. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 36. 47 വന്നതാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. അത് കഴിഞ്ഞ് അതേ വർഷം തന്നെ അവരെ ഡിസ്പ്യൂട്ട് മാറ്റാനായിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947 പാസ്സാക്കി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ആക്ട് ആണ് അത് കഴിഞ്ഞ് 47 കഴിഞ്ഞ് ഇങ്ങനെ നഴ്സുമാരൊക്കെ വന്ന് എല്ലാം പരിഹരിച്ച് നോർമൽ ആയിക്കൊണ്ടിരുന്നപ്പോ അവർക്ക് എന്ത് വേണം? വേജ്, കൂലി കുറവാണ് അവർക്ക് ചെയ്യുന്ന ജോലിക്ക്
കൂലി കുറവാണ്. ആ സമയത്ത് അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു മിനിമം വേജ് എങ്കിലും തരണം, ഞങ്ങൾക്ക് എന്ത് വേണം, ഒരു മിനിമം വേജ് എങ്കിലും ഞങ്ങൾക്ക് തരണം. അപ്പൊ ഒരു ആക്ട് നിലവിൽ വന്നു. ഏതാക്ടാ? മിനിമം വേജ് ആക്ട്. മിനിമം വേജ് ആക്ട് 1948 വന്നു. 1948 എന്ത് വന്നു? മിനിമം വേജ് ആക്ട് വന്നു. ഓക്കെ, നേഴ്സുമാര് വന്നത് 1947. അവർക്കൊരു മിനിമം കൂലിയെങ്കിലും വേണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ ആക്ട് വന്നു, മിനിമം വേജ് ആക്ട്. പിന്നത്തെ കൊല്ലം 1948 വന്നു. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാ? ഗ്രൂപ്പ്സ്, ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് വർക്കേഴ്സ്, എംപ്ലോയീസ്. അത് പലതരത്തിലുള്ള ജോലി ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ ഒരേ ഗ്രൂപ്പായിട്ട് ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ടിയിട്ട് മിനിമം വേജ് ഫിക്സഡ് ആക്കി. ഓക്കെ, അങ്ങനെ 1948 മിനിമം വേജ് വന്നു. 48 തന്നെ വേറൊരു ആക്ട് കൂടി വന്നിട്ടുണ്ട്. ഈ മിനിമം വേജ് കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നീട് അവർക്ക് മനസ്സിലായി അവർക്ക് മിനിമം വേജ് മാത്രം പോരാ, അവരുടെ ജീവിതത്തിന് അവർ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, അപകടങ്ങൾ നിറഞ്ഞ ഒരുപാട് ജോലികളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്ത് വേണം? എംപ്ലോയീസിന് ഇൻഷുറൻസ് കൊടുക്കണം. അപ്പൊ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് വന്ന് അതേ വർഷം തന്നെ 1948 ഒരു മിനിറ്റ്. ഓക്കെ, ഒന്നാമത് ഓക്കെ. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേ? മിനിമം വേജ് ആക്ട്. അപ്പൊ അവർക്ക് മിനിമം വേജ് ആക്ട് പോരാ, വേറെ എന്ത് വേണം? അവർക്ക് ഇൻഷുറൻസ് വേണം. അവര് ഹോസ്പിറ്റലിൽ പല സ്ഥലത്തും ജോലി ചെയ്യുന്നവരാ അല്ലേ? അപ്പൊ അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് ഇൻഷുറൻസ് വേണം. അപ്പൊ എംപ്ലോയീസിന് എന്ത് വന്നു? എംപ്ലോയീസിന് ഒരു ആക്ട് വന്നു. അതാണ് എന്താണ്? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 തന്നെ. അപ്പൊ 48 തന്നെ 3 ആക്ട് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നോട്ട് ബുക്ക് ഒക്കെ എടുത്ത് കറക്റ്റ് നോട്ട് ചെയ്യാം. എന്താ? മിനിമം വേജ് കൊടുത്തു, ഇത്രയും വേജ് വേണം കൊടുത്തു. അതുകൂടാതെ എംപ്ലോയീസിന് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് കൊടുത്തു. ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ഇൻഷുറൻസ് നമുക്ക് നോക്കാം. എന്താ? മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. എന്തിനു വേണ്ടിയിട്ടാ? സാമൂഹിക ആരോഗ്യ ഇൻഷുറൻസ് ആണ് കൊടുക്കുന്നത്. സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്, സാമൂഹിക ആരോഗ്യ ഇൻഷുറൻസ്. അത് പ്രൊവൈഡ് ചെയ്യണത് എന്താ? ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് ടു ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് ആസ് എ പ്രിക്കോഷൻ അഗൈൻസ്റ്റ് സിക്നെസ്, മെറ്റേണിറ്റി ആൻഡ് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ഇഞ്ചുറി. എന്ന് വെച്ചാൽ എന്താ? വ്യവസായിക ജീവനക്കാർക്ക് ഹോസ്പിറ്റലിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ പ്രസവം അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും മുറിവുകൾ, പരിക്കുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ബെനിഫിറ്റ് കിട്ടണം, മെഡിക്കൽ ബെനിഫിറ്റ് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് ആക്ട് വന്നത്. ഓക്കെ, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂട്ട് 4% ഓഫ് ദ ടോട്ടൽ വേജ് ബിൽ. എന്ന് വെച്ചാൽ മൊത്തം വേതനത്തിന്റെ മൊത്തം എത്രയാണോ വേജ് കിട്ടുന്നത് അതിന്റെ 4% തൊഴിലുടമകൾക്ക് കൊടുക്കണം. തൊഴിലുകൾക്ക് അവർക്ക് കൊടുക്കണം. ആരാണോ തൊഴിൽ ചെയ്യണേ അവർക്ക് കൊടുക്കണം. കോൺട്രിബ്യൂട്ട് സഹകരിച്ച് അവർക്ക് ഒരുമിച്ച് അത് കൊടുക്കണം. PSI നോട്ട് ആപ്ലിക്കബിൾ. ഇതിന് ഹോസ്പിറ്റലുകാര് പ്രൊവൈഡിങ് കംപ്ലീറ്റ് ആൻഡ് ഫ്രീ ട്രീറ്റ്മെന്റ് എംപ്ലോയീസ് ആൻഡ് ഡിപെൻഡന്റ്. എന്ന് വെച്ചാൽ എന്താ? ഹോസ്പിറ്റലില് ഇന്ന ഹോസ്പിറ്റലില് ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ട്രീറ്റ്മെന്റ് ഫ്രീ ആണെങ്കിൽ അവർക്ക് ESIയുടെ ആവശ്യമില്ല. ഓക്കെ, PSI നോട്ട് ആപ്ലിക്കബിൾ എങ്ങനെയുള്ളവർക്കാ?
ഇന്ന ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യണത്. ഓരോ ഹോസ്പിറ്റലിൽ പറയും ഇവിടെ ജോലി ചെയ്യുന്ന പേഷ്യന്റിന് എന്ത് വേണ്ട, ക്യാഷ് വേണ്ട, ഫ്രീ ട്രീറ്റ്മെന്റ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ESI കിട്ടില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഇൻഷുറൻസ് ആക്ട് വന്നത്. പിന്നെന്താ, മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട്, മെഡിക്കൽ പ്രൊഫഷണലായ ഒരു ആക്ട് ആണിത്. ഓക്കെ, അപ്പൊ 1948 ഫസ്റ്റ് മിനിമം വേജ് വന്നു. ഇന്ന പേർക്ക് ഇത്തിരി വേജ് വെച്ച് കൊടുക്കണം, മിനിമം വേണം. അത് പോരാ, പിന്നെന്ത് വേണം, എംപ്ലോയീസിന് സ്റ്റേറ്റ് ഇൻഷുറൻസ് വേണം. 1948 തന്നെ അതും വന്നു. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും 1948 വേറൊരു ആക്ടും കൂടി വന്നു. അതേതാണ് ഫാർമസി ആക്ട്. അതെന്തിനാ, ഹോസ്പിറ്റലിലെ ജീവനക്കാർക്ക് പറഞ്ഞു ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാം. ഇൻഷുറൻസിൽ പറയാനുണ്ട്, ഇൻഷുറൻസ് ആക്ടിന്റെ 3ാമത്തെ പോയിന്റിൽ എന്താ പറയണേ, അവർക്ക് ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കൊടുക്കാം, ട്രീറ്റ്മെന്റ് കൊടുക്കാം ESI ഇല്ലാത്തവർക്ക്. പക്ഷേ മരുന്ന് ഫ്രീ ആയിട്ട് അവർക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് മരുന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം, വേണ്ടേ? ആ മരുന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ഒരാക്ടും കൂടി വേണം. അതാണ് ഫാർമസി ആക്ട്. 1948 ഫാർമസി ആക്ട് വന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് മിനിമം വേജ് ആക്ട് 48 വന്നു. മിനിമം പോരാന്നും പറഞ്ഞ് രണ്ടാമത് വന്നതാണ് എന്താക്ട്, ഇൻഷുറൻസ് ആക്ട് വന്നു 48 തന്നെ. 3ാമത് അതേ വർഷം തന്നെ അവർക്ക് ഇൻഷുറൻസ് മാത്രം പോരാ, അവർക്ക് എന്ത് വേണം, മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടണം. മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ എവിടെ കിട്ടുള്ളൂ, ഫാർമസിയിലാ കിട്ടുള്ളൂ. അപ്പൊ ഫാർമസി ആക്ട് വന്നു. 1948 ഫാർമസി ആക്ട് വന്നു. ഓക്കെ, ഈ ഫാർമസി ആക്ടിൽ 3 പോയിന്റ് പറയുന്നുണ്ട്. എന്തെന്നാ പറഞ്ഞേ, ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് സ്റ്റോഴ്സ് ആൻഡ് പ്രൊഫഷണൽ ഫാർമസിസ്റ്റ്. എന്ന് വെച്ചാൽ എന്താ, ഈ ഫാർമസിയിൽ മരുന്ന് കൊടുക്കണത് എങ്ങനെയുള്ള അർത്ഥം, അവിടെ ഡ്രഗ് സ്റ്റോർ മരുന്നുകളൊക്കെ സ്റ്റോർ ചെയ്യല്ലേ ഫാർമസിയില്. അപ്പൊ ഫാർമസിയില് സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഫാർമസിസ്റ്റ് സ്ഥാപിക്കുന്നത്. പിന്നെന്താ, എ ഹോസ്പിറ്റൽ ഹാസ് ടു അറ്റൈൻ ഡ്രഗ് ലൈസൻസ്. ഫാർമസി സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം, ലൈസൻസ് വേണം. ഡ്രഗ് മരുന്നിന്റെ ലൈസൻസ് വേണം, ഡ്രഗ് ലൈസൻസ്. ഇറ്റ് സെൽസ് ഡ്രഗ് അക്രോസ് ദ കൗണ്ടർ. മരുന്ന് വിൽക്കാനും ഈ ലൈസൻസ് വേണം. ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ്സ്. മരുന്ന് വിതരണം ചെയ്യണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഫാർമസിക്ക് മാത്രമേ പറ്റുള്ളൂ. അതും ഏതിൽ പറയുന്നുണ്ട്, ഈ ഫാർമസി ആക്ടില് പറയുന്നുണ്ട്. 1948 അപ്പൊ 3 ആക്ടുകൾ വന്നു. 1948 3 ആക്ടുകൾ വന്നു. ഓക്കെ, ഞാൻ റിപ്പീറ്റ് വീണ്ടും പറയാം. ഫസ്റ്റ് എന്താ, 1933 മെഡിക്കൽ കൗൺസിൽ ആക്ട് രൂപീകരിച്ചു. അവർക്ക് പേയ്മെന്റ് കൊടുക്കാൻ പേയ്മെന്റ് വേജ് ആക്ട് 36 വന്നു. ഇതിന്റെ കാരണം അവർ തല്ലു പിടിക്കണ കണ്ടപ്പോ ഇന്ത്യൻ ഡിസ്പ്യൂട്ട് ആക്ട് വന്നു. എന്നാ 1947. ആ കൊല്ലം തന്നെ നഴ്സിംഗ് കൗൺസിൽ രൂപീകരിച്ചു. നഴ്സിംഗ് കൗൺസിൽ 1947 തന്നെ. നെക്സ്റ്റ് 48 എന്ത് വന്നു, മിനിമം വേജ്. ഇവർക്ക് മിനിമം വേജ് കൊടുക്കാൻ മിനിമം വേജ് വന്നു, ഫാർമസി വന്നു, അതുപോലെ തന്നെ ഇൻഷുറൻസ് ആക്ട് വന്നു. 1948 3 ആക്ട് വന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ എത്ര ആക്ട് പഠിച്ചു, 7 ആക്ട് പഠിച്ചു. എളുപ്പല്ലേ പഠിക്കാൻ, എളുപ്പല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് നമ്മള് 48 ആയി. അവർക്ക് എല്ലാം കിട്ടി, മരുന്ന് കിട്ടി, ഇൻഷുറൻസ് കിട്ടി, എല്ലാം കിട്ടി. അവര് ജോലിയൊക്കെ ചെയ്ത് ഒരുവിധം പ്രായക്കായി അല്ലെ. ഒരുവിധം പ്രായമായി കഴിഞ്ഞപ്പോ അവര് വിചാരിച്ചു ഇവർക്ക് ഒരു പ്രൊവിഡന്റ് ഫണ്ട് ഒരുവിധം റിട്ടയർഡ് ആവണ ആ ടൈം ഏകദേശം ആ ഒരു മിഡിൽ സമയമാകുമ്പോ കൊടുക്കണാണ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലേ. അങ്ങനെ വന്നു, പ്രൊവിഡന്റ് ഫണ്ട് വന്നു. പ്രൊവിഡന്റ് ഫണ്ട് വന്നത് 1952 1952 വന്നത്. എന്താ പ്രൊവിഡന്റ് ഫണ്ട്, നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞതാണ് ഇല്ലേ. പ്രൊവിഡന്റ് ഫണ്ട് വന്നു. പ്രൊവിഡന്റ് ഫണ്ട് തുടങ്ങണമെങ്കിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. എന്താ, എംപ്ലോയീസിന്റെ എണ്ണം എത്ര ആയിരിക്കണം, 20 പേരെങ്കിലും ഉണ്ടായിരിക്കണം പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കണമെങ്കിൽ. വേണ്ടേ, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കണമെങ്കിൽ 20 പേരെങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെന്താ, ജീവനക്കാരിൽ നിന്ന് ഒരു നിശ്ചിത തുക ഈടാക്കുകയും പിന്നീട് അത് മുഴുവനും എന്ത് ചെയ്ത് തുല്യമായി സംഭാവന ചെയ്യുകയും ചെയ്യുന്നതാണ് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെ. അപ്പൊ പ്രൊവിഡന്റ് ഫണ്ട് വന്നത് 1952.
20 പേര്. എത്ര എംപ്ലോയീസ് വേണം പ്രൊവിഡന്റ് ഫണ്ട് പാസ്സാക്കാൻ? 20 എംപ്ലോയീസ് എങ്കിലും ഉണ്ടായിരിക്കണം. പ്രൊവിഡന്റ് ഫണ്ടൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി ഓണം വന്നുണ്ട്, ക്രിസ്മസ് വന്നുണ്ട്, ഇതിനൊക്കെ അവർക്ക് എന്ത് കൊടുക്കണം? ഒരു ചെറിയ ബോണസ് കൊടുക്കാന്ന് തീരുമാനിച്ചു. അങ്ങനെ 1965 പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് വന്നു. ബോണസ് കൊടുക്കണത് 1965. ബോണസ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവര് കുറച്ചും കൂടി ഏജ്ഡ് ആയിപ്പോയി, 65-ലായിപ്പോയി അല്ലെ. തുടക്കത്തില് 33-ല് കൗൺസിൽ രൂപീകരിച്ച് അന്ന് മുതല് 1965 വരെ ആവുമ്പത്തിനും ഒന്നും കൂടി ഏജായില്ലേ? ഏജായി. അപ്പൊ നിങ്ങൾ ഓർക്ക, ബോണസ് ആക്ട്, പ്രൊവിഡന്റ് ഫണ്ട് കഴിഞ്ഞ 65-ല് 1965 എന്ത് കൊടുത്തു? ബോണസ് ആക്ട് കൊടുത്തു. ബോണസ്. ഈ ബോണസ് ആക്ട് കൊടുക്കണമെങ്കിൽ എംപ്ലോയീസിന്റെ എണ്ണം മിനിമം എത്ര വേണം? 40 എണ്ണെങ്കിലും വേണം. 40 എംപ്ലോയീസ് എങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെന്താ, ഇതിൽ നിന്ന് ഈ ബോണസ് കൊടുക്കുന്നതിൽ നിന്ന് 2 പേരെ ഒഴിവാക്കാം. ആ 2 പേരാണ് ചാരിറ്റബിൾ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽ. എന്ന് വെച്ചാൽ എന്താ? പ്രോഫിറ്റ് മേടിക്കാത്ത ഹോസ്പിറ്റൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഒഴിവാക്കാം. ചാരിറ്റബിൾ പോലെ വർക്ക് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ഒഴിവാക്കിയിട്ട് വേണം ബോണസ് ആക്ട് പാസ് കൊടുക്കാനായിട്ട്. ബോണസ് ആക്ട് 1965 വന്നു. എല്ലാം കഴിഞ്ഞു. അവര് ഒരുപാട് റിട്ടയർഡ് ആവേണ്ട ടൈമായി അല്ലെ. റിട്ടയർഡ് ആവേണ്ട ടൈം ആവുമ്പോ അവർക്ക് എന്താ കൊടുക്ക? ഗ്രാറ്റുവിറ്റി. റിട്ടയർഡ് ആവുന്ന സമയത്ത് നമ്മൾ എന്താ അവർക്ക് കൊടുക്ക? ഗ്രാറ്റുവിറ്റി കൊടുക്കും ഇല്ലേ? ഏറ്റവും ലാസ്റ്റ് ആണ് ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത്. അപ്പൊ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പൊ 72-ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആവണത് 72-ാമത്തെ വയസ്സിൽ എന്ത് കൊടുത്തു? ഗ്രാറ്റുവിറ്റി കൊടുത്തു. 1972-ല് ഗ്രാറ്റുവിറ്റി കൊടുത്തു. ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കണമെങ്കിൽ എന്താ ഇതിൽ പറഞ്ഞേക്കണേ? ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു എംപ്ലോയീസ് അറ്റ് 15 days pay for every completed year of service at the time of his or her superannuation or death. എന്ന് വെച്ചാൽ എന്താ? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഏത് ജീവനക്കാരാണോ ആ ജീവനക്കാരില് ഓരോ വർഷത്തിലും 15 ദിവസത്തെ ശമ്പളം എത്രയാണോ അതാണ് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കേണ്ടത്. ഒരു ജീവനക്കാരുടെ 15 ദിവസത്തെ ശമ്പളം എത്രയുണ്ടോ അത് അവർക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കണം. 1972-ല് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് പാസ്സായി. ഇത് പാസ്സാക്കണമെങ്കിൽ ഏകദേശം എംപ്ലോയീസ് 10 പേരെങ്കിലും ഉണ്ടായിരിക്കണം. എത്ര പേരുണ്ടായിരിക്കണം? 10 എംപ്ലോയീസ് എങ്കിലും ഉണ്ടായിരിക്കണം. Can be applied to 5-year service completed workers. എന്ന് വെച്ചാൽ എന്താ? 5 വർഷമെങ്കിലും സർവീസ് പൂർത്തിയായിരിക്കണം. ഗ്രാറ്റുവിറ്റി കിട്ടണമെങ്കിൽ എന്താ നിയമം? 5 വർഷമെങ്കിലും സർവീസ് പൂർത്തീകരിച്ചിരിക്കണം. മരിക്കണം. ഇൻ കേസ് ഡെത്ത് കേസ് ആണെങ്കിൽ അവർക്ക് 1 വർഷം മതി. ഇൻ കേസ് ഡെത്ത് കേസ് ആണെങ്കിൽ അവർക്ക് 1 വർഷം മതി. ഓക്കെ, അങ്ങനെ നമ്മുടെ 10 ആക്ടുകളും ഇവിടെ തീർന്നു. ഒന്നും കൂടി ഒന്നുടങ്ങി ഓടിച്ചു പറയാം. ഫസ്റ്റ് ആക്ട് എന്താ? മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. നേഴ്സ് അതൊക്കെ ഇത് വന്നപ്പോ അവർക്ക് എന്താ? വേജ് കൊടുക്കണം. പേയ്മെന്റ് ഓഫ് വേജ് ആക്ട് 1936. അതൊക്കെ കഴിഞ്ഞ് തർക്കങ്ങൾ ഉണ്ടായപ്പോ ഡിസ്പ്യൂട്ട്സ് ആക്ട് 47. അതേ വർഷം തന്നെ നഴ്സുമാർ ഇടപെട്ടത് കൊണ്ട് നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. 48-ല് 3 ആക്ട് വന്നു. അതാണ് മിനിമം വേജ്. അവർക്ക് ഒരു മിനിമം വേജ് കൊടുക്കണം. 48-ല് വന്നു. അതുപോലെ ഇൻഷുറൻസ് കൊടുക്കണം. ഇൻഷുറൻസ് ആക്ട് വന്നു 48-ല്. അതുപോലെ തന്നെ അവർക്ക് മരുന്ന് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ ഫാർമസി വേണം. ഫാർമസി ആക്ട് വന്നു 1948 തന്നെ. ഇതെല്ലാം കഴിഞ്ഞ് അവർ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് അവർക്ക് എത്ര വയസ്സായി? 52 വയസ്സായി എന്ന് വിചാരിക്കുക. അപ്പൊ 1952-ല് പ്രൊവിഡന്റ് ഫണ്ട് നിലവിൽ വന്നു. പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952-ല് വന്നു. ഇതൊന്നും പോരാ, അവർക്ക് ബോണസ് കിട്ടണം. ബോണസ് 65-ാമത്തെ വയസ്സിൽ 1965-ല് ബോണസ് ആക്ട് കൊടുത്തു. 65-ാമത്തെ വയസ്സെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയണാണ് കേട്ടാ, ശരിക്കും അല്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ മെമ്മറിയിൽ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഞാൻ 65-ാമത്തെ വയസ്സെന്നൊക്കെ പറയണതാണ്. നിങ്ങൾ എക്സാമിന് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ 65 ഓപ്ഷൻ ഉണ്ടാവും, ഓർക്കണം. ഈ 65-ാമത്തെ വയസ്സിൽ കൊടുത്തത് ബോണസ് ആണ്. 65-ാമത്തെ വയസ്സിൽ ബോണസ് 1965.
1972 കൊടുത്തത്. പിന്നെന്താ ഏറ്റവും ലാസ്റ്റ് 72 ഗ്രാറ്റുവിറ്റി പെൻഷനായപ്പ. അപ്പോഴേക്കും എന്തായി? പെൻഷനായി. 1972 ഗ്രാറ്റുവിറ്റി ആക്ടും കൊടുത്തു. എളുപ്പല്ലേ? ഈ 10 ആക്ടും ഇനി മറക്കോ? 10 ആക്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? മറക്കോ? ഇല്ല. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ പഠിച്ചാൽ മതി. ഞാൻ എഴുതിയെടുത്തവർക്കൊക്കെ പിന്നീട് എക്സാമിന്റെ സമയത്ത് നോക്കുമ്പോൾ അത് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാം. നെക്സ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ബർത്ത് ആൻഡ് ഡെത്ത്, മാരേജ്. അപ്പൊ നമ്മുടെ ആക്ട് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടോ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയിന്നുള്ളൂ. ഇനി ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് വെച്ചാല് ജനന, മരണ, പിന്നെ മാരേജ്, കല്യാണത്തിന്റെ ഒക്കെ ആ ഒരു രജിസ്ട്രേഷൻ ആക്ട്. അതെന്താന്ന് നോക്കാം. ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ കൺസേണിംഗ് ഇൻഫോമിംഗ് ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹോസ്പിറ്റൽസ്. എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിലെ ജനന മരണങ്ങൾ അറിയിക്കുന്നതിനുള്ള ഹോസ്പിറ്റലിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി. ഹോസ്പിറ്റലിൽ ജനനം മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അറിയിക്കണം. ആ ഒരു റെസ്പോൺസിബിലിറ്റിനെ അതാണ് ഈ ആക്ടിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. They should be notified immediately to the local municipal authority and registration office. എന്ന് വെച്ചാൽ എന്താ? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഒരു നമ്മളൊരു കൊച്ചിനെ പ്രസവിച്ചാൽ ആ കൊച്ചിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അത് എവിടെന്നാ പോകാം? ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടി ജനിച്ച ടൈം, കുട്ടിയുടെ പാരന്റ്സിന്റെ നെയിം, കുട്ടിയുടെ അഡ്രസ്, കുട്ടിയുടെ വലിപ്പം, ബ്ലഡ് ഗ്രൂപ്പ് എല്ലാം കൂടി അവരെന്ത് ചെയ്യും? കറക്റ്റ് എഴുതി എവിടെ കഴിക്കും? ലോക്കൽ, അതിന്റെ അടുത്തുള്ള ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസിലോട്ട് അയക്കും. അങ്ങനെയാണ് നമുക്ക് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, അല്ലേ? മരിച്ചാലും ഡെത്ത് സർട്ടിഫിക്കറ്റ് വന്നാലും ഹോസ്പിറ്റലിൽ നിന്നാണ് നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ മുനിസിപ്പൽ ഏരിയയിലായിട്ട് പോണത്. അപ്പൊ അതാണ് ആ ഒരു നിയമമാണ് ഇവിടെ പറയണത്. ബർത്ത് ആൻഡ് ഡെത്തിൽ വേറെ ഒന്നുമില്ല. ഇത് കൊടുക്കണത് എന്തിനാ കൊടുക്കണത്? മുനിസിപ്പൽ ലോക്കൽ അതോറിറ്റി രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് അവർക്കാണ് ഇത് കൊടുക്കണമെന്ന് മാത്രം ഓർത്താൽ മതി. അത്രേ ഉള്ളൂ അതിൽ പറയാൻ. ഓക്കെ, വേറൊന്നും അതിലില്ല. നെക്സ്റ്റ് ലോ ഓഫ് ടോൾസ്. ലോ ഓഫ് ടോൾസ് എന്ന് വെച്ചാൽ എന്താ? ടോൾസ് എന്ന് വെച്ചാൽ എന്താ? പീഡനങ്ങള്, അതിക്രമങ്ങള്, അല്ലെ? പീഡനങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പീഡനങ്ങളും വരും. അപ്പൊ കുറെ പീഡനങ്ങൾ ഇവിടെ പറയാനുണ്ട്. പലതരത്തിലും ടോൾസ് എന്താന്ന് പറയാനുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ഇതിൽ പറയണത് ടോൾസ് എന്ന വേർഡ് വന്നത് ടോട്ടസ് എന്നാണ്, വിച്ച് മീൻസ് ട്വിസ്റ്റഡ് ആണ്, വളഞ്ഞത്, ക്രൂക്കഡ്, വളഞ്ഞ എന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഇത് ഡിഫൈൻ ചെയ്യണത് എന്താ? എന്താണ് ലോ ഓഫ് ടോൾസ് എന്ന് വെച്ചാൽ ഡിഫൈൻ ചെയ്യണത്? Any wrong, injury or damage is done to the person for which a civil suit can be brought. കൂടുതൽ അച്ചിടുമ്പോളേ എന്റെ തൊണ്ട കുറയണം. അപ്പൊ സിവിൽ സ്യൂട്ട് ആയിട്ട് ബന്ധപ്പെട്ട്, സിവിൽ സ്യൂട്ട് എന്ന് പറയുന്നത് എന്താ? സിവിൽ തെറ്റുകൾ, ചെറിയ തെറ്റല്ല എന്നാലും സിവിലായ ഈ പീഡനങ്ങള് എന്ന് പലതരത്തിലുള്ള ബാധ്യതകളെ നിയന്ത്രിക്കുന്ന ഒരു നിയമത്തിന്റെ കൂട്ടത്തെയാണ് എന്ത് പറയണത്? ലോ ഓഫ് ടോൾസ് എന്ന് പറയണത്. അപ്പൊ ഇവിടെ പറയണത് അങ്ങനെയുള്ള എന്തെങ്കിലും തെറ്റ്, എനി റോങ്, തെറ്റായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവ്, ഇഞ്ചുറി, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ്, നാശങ്ങൾ സംഭവിക്കാം, അങ്ങനെ എന്തെങ്കിലും ടു ദ പേഴ്സൺ, ഇത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സംഭവിച്ചാൽ ഫോർ വിച്ച് സിവിൽ സ്യൂട്ട് ക്യാൻ ബി ബ്രോട്ട്. അതാണ് എന്ത് പറയണത്? എവിടെ പറയണ? അതാണ് ലോ ഓഫ് ടോൾസ് എന്ന് ഡെഫിനിഷനിൽ പറയണത്. അപ്പൊ എന്താ പറയണേ? ഒരു സിവിൽ സ്യൂട്ട് കൊണ്ടുവരാൻ കഴിയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും തെറ്റോ പരിക്കോ നാശമോ സംഭവിച്ചാലുള്ളതാണ് ഈ സിവിൽ ലോ ഓഫ് ടോൾസ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞേക്കണേ. ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, തെറ്റെന്ന് പറഞ്ഞു. എന്തൊക്കെ തെറ്റ് സംഭവിക്കാം? ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താ? തെറ്റായ കമ്മീഷന്റെ നിയമം. അൺനെസസറി ഓപ്പറേഷൻ, അനാവശ്യ പ്രവർത്തനങ്ങൾ, അല്ലെ? ആവശ്യമില്ലാത്ത കുറെ പ്രവർത്തനങ്ങൾ. ആവശ്യമുള്ളത് മാത്രം ചെയ്യാം, പക്ഷെ ആവശ്യമുള്ളതിന് മൈൻഡ് ചെയ്യാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറെ പ്രവർത്തിക്കും. അൺറോങ്ഫുൾ കമ്മീഷൻ, തെറ്റായിട്ടുള്ള കമ്മീഷൻ. അത് എന്താ? ഈ ലോ ഓഫ് ടോൾസിൽ പെടും. അതൊക്കെ എവിടെ പെടും? ലോ ഓഫ് ടോൾസ്. ഇതൊക്കെ ഹോസ്പിറ്റലിനെ ബാധിക്കണാണ്. ഹോസ്പിറ്റലിന്റെ അനാസ്ഥ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഹോസ്പിറ്റലിനെ
ബാധിക്കുന്നതാണ്. ലോ ഓഫ് തോട്ട്സിൽ പെട്ടതാണ് ഒന്നാമത്തെ ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ. രണ്ടാമത്തെ എന്താ? ആക്ട് ഓഫ് ഒമിഷൻ. ഒമിഷൻ എന്താ? ഒമിഷൻ എന്ന് വെച്ചാൽ ഒറ്റപ്പെടുത്തുക. ഒമിഷൻ എന്താ? ഒറ്റപ്പെടുത്തുക. എങ്ങനെ ഒറ്റപ്പെടുത്തുക? ഒഴിവാക്കാം. ഒമിഷൻ എന്ന് വെച്ചാൽ ഒഴിവാക്കാം. എങ്ങനെയാണ് ഒഴിവാക്കണ്ടേ? ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിൻ കൺസെന്റ്. സമ്മതം വാങ്ങാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാം. എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാൻ പറ്റും. സമ്മതം ഇപ്പൊ ഉദാഹരണം പറഞ്ഞേക്കണേ, ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ആ പേഷ്യന്റിന്റെ വേണ്ടപ്പെട്ടവരുടെ റിലേഷന്റെ കൺസെന്റ് വേണം. അതില്ലാതെ നമ്മൾ അവരുടെ മൈൻഡ് ചെയ്യാതെ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ അത് ലോ ഓഫ് തോട്ട്സിൽ പെടും. ഓക്കെ, അതാണ് ഓട്ടോപ്സി എന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം വിത്തൗട്ട് ഒബ്റ്റെയിൻ കൺസെന്റ്. അവര് കൺസെന്റ് ഇല്ലാതെ ആക്ട് ഓഫ് ഒമിഷൻ. ഒമിഷൻ എന്ന് വെച്ചാൽ എന്താ? ഒഴിവാക്കുക, ഒഴിവാക്കണ നിയമം. നെഗ്ലിജൻസ് അശ്രദ്ധ. അശ്രദ്ധ പറ്റാം. എത്ര നല്ല ഹോസ്പിറ്റലാണെങ്കിലും അവർക്കൊരു അശ്രദ്ധ പറ്റാം. അതെന്താ? സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ. വയറിൽ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കോട്ടൺ അല്ലെങ്കിൽ ബ്ലഡ് എന്തെങ്കിലും അവിടെ വെച്ച് മറന്നുപോയി, അവർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. 2 ദിവസം കഴിയുമ്പോഴായിരിക്കും പെയിൻ വന്നത്. പെയിൻ വന്നു കഴിഞ്ഞ് വല്ല പെയിന്റെ ടാബ്ലറ്റ് കഴിച്ചു. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ അതിനുള്ളിൽ കോട്ടൺ ഉണ്ടാവും, അല്ലെങ്കിൽ സിസേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്രയുള്ള കത്തി. ഇന്നാളെ ഒരു ഹോസ്പിറ്റലില് ഒരു പെണ്ണിന്റെ സർജറി നടത്തിയിട്ട് സിസേഴ്സ് വെച്ച് മറന്നിട്ട് ആ കുട്ടി മരിച്ചു ഇല്ലേ? ഉള്ളിലെ ഇന്റേണൽ ഓർഗൻസ് മുറിഞ്ഞു പോയിട്ടെന്തോ മരിച്ചെന്നും പറഞ്ഞിട്ടുണ്ടായി. ഭയങ്കര കേസായിരുന്നു ആ ഒരു ഹോസ്പിറ്റലിനെതിരെ. അപ്പൊ അത് അശ്രദ്ധയാണ്, നെഗ്ലിജൻസ് ആണ്. ആരുടെ? ഹോസ്പിറ്റലാരെ. അതും ലോ ഓഫ് തോട്ട്സിൽ പെടും. അതും ലോ ഓഫ് തോട്ട്സിൽ പെടും. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഇന്റൻഷണൽ ഇന്റർഫറൻസ്. ഇന്റൻഷണൽ ഇന്റർഫറൻസ് എന്ന് വെച്ചാൽ എന്താ? ബോധപൂർവം ഇടപെടല്. എങ്ങനെയാണ്? ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസ്. മാനസികമോ ശാരീരികവുമായ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ, നമുക്ക് പറയാൻ പറ്റാത്ത ഭയങ്കര അസ്വസ്ഥത എന്താന്ന് മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല, മാനസികമായിട്ട് ഫിസിക്കൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്റൻഷണൽ ഇന്റർവെൻഷൻ എന്ന് വെച്ചാൽ ഇന്റർഫറൻസ് ബോധപൂർവം അതിലിടപെടാം. ബോധപൂർവം എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട്, നമ്മൾ അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിലിടപെടുന്നത്. അത് എങ്ങനെയാവാം? ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ആയിട്ടാവാം. ഓക്കെ, ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി. ഇൻവേഷൻ ഓഫ് റൈറ്റ് ഓഫ് ദ പ്രൈവസി എന്ന് വെച്ചാൽ സ്വകാര്യതയുടെ അവകാശത്തിലൂടെ കടന്നു പോകുന്നത്, കടന്നു കയറ്റം, മറ്റുള്ളവരുടെ സ്വകാര്യത്തില് ഇടപെടുന്നത്. ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി. അതും എന്തിൽ പെടും? ലോ ഓഫ് തോട്ട്സില് പെടുന്നതാണ്. ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി. ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി എന്ന് വെച്ചാൽ എന്താ? ബ്രീച്ച് എന്ന് വെച്ചാൽ ലംഘനം, ലംഘിക്കുക. എന്താ ലംഘിക്കണ്ടേ? പ്രൊഫഷണൽ സീക്രസി. എന്താ? തൊഴിൽപരമായിട്ടുള്ള രഹസ്യങ്ങൾ. പല ഡിപ്പാർട്ട്മെന്റിലും പല കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ അവിടെ നിർത്താം, പുറത്തിറങ്ങി അത് പറയരുത്. തൊഴിൽപരമായിട്ടുള്ള രഹസ്യങ്ങളാണ് അതൊക്കെ, അല്ലെ? അപ്പൊ അതാണ് പ്രൊഫഷണൽ സീക്രസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബാറ്ററി സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യന്റ് കൺസെന്റ് എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു ഓപ്പറേഷന് മുമ്പ് പേഷ്യന്റിന്റെ കൺസെന്റ് വേണം ഒപ്പിടുന്നതിന്. അതാ പറഞ്ഞത്, സർജൻ ഡൂറിങ് ബിയോണ്ട് ലിമിറ്റ് ഓഫ് പേഷ്യന്റ് കൺസെന്റ്. പേഷ്യന്റിന്റെ ഒപ്പിടും. നമ്മൾ നേരത്തെ പറഞ്ഞല്ല, ഓട്ടോപ്സി മിഷനില് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പേഷ്യന്റിന്റെ കൺസെന്റ് വേണം. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സർജൻ ചെയ്യണതിന് മുമ്പ് തന്നെ ബിയോണ്ട് ലിമിറ്റ് ഓഫ് പേഷ്യന്റിന്റെ കൺസെന്റ്. ഓക്കെ, അപ്പൊ അതാണ്, അത്രയും പോയിന്റ് ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്. പിന്നെന്താ? അപ്പൊ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പൊ അത് ലോ ഓഫ് തോട്ട്സ്. നെക്സ്റ്റ് കുറച്ചും കൂടി ഉണ്ട്, മിസ്ലേനിയസ് തോട്ട്സ് ഉണ്ട്. എന്ന് വെച്ചാൽ വേറെ വിവിധ തരത്തിലുള്ള തോട്ട്സുകൾ ഏതൊക്കെയുണ്ട്? മിസ്ലേനിയസ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള വേറെ തോട്ട്സുകൾ ഉണ്ട്. അതിൽ 4 പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ന്യൂസൻസസ്, ഇൻകൺവീനിയൻസ് ടു പബ്ലിക്. ശല്യങ്ങൾ. എന്താ? ശല്യങ്ങൾ. ന്യൂസൻസ് എന്ന് വെച്ചാൽ ശല്യങ്ങൾ. അത് പൊതുജനങ്ങൾക്കുള്ള ആ ഒരു ഇൻകൺവീനിയൻസ്, അവർക്കൊരു അസൗകര്യം, എപ്പോഴും ഒരു ശല്യമായിട്ട് പൊതുജനങ്ങൾ എങ്ങനെ ശല്യം ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ളതും ലോസ് ഓഫ് തോട്ട്സിൽ പെടും. പിന്നെ മിസ്റെപ്രസെന്റേഷൻ. മിസ്റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ എന്താ?
തെറ്റായിട്ട് അവതരിപ്പിക്കുക, മിസ്റെപ്രസെന്റേഷൻ. ഡിസീറ്റ് എന്ന് വെച്ചാൽ വഞ്ചന, വഞ്ചിക്കുക. ഒരാൾ കറക്റ്റ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല, അത് വളച്ചൊടിച്ച് തെറ്റായിട്ട് പറഞ്ഞു കൊടുക്കണത്, തെറ്റായിട്ട് പ്രസന്റ് ചെയ്യണത്, അതാണ് മിസ്റെപ്രസെന്റേഷൻ. ഡിഫമേഷൻ, സ്ലാൻഡർ ഓർ ലിബൽ. ലൈബല് എന്ന് വെച്ചാൽ എന്താ? അപകീർത്തിപ്പെടുത്തുക. ഡിഫമേഷൻ ആണ് ലൈബല്, അപകീർത്തിപ്പെടുത്തുക. സ്ലാൻഡർ എന്ന് വെച്ചാൽ അപവാദം, ഒരാളെ കുറിച്ച് അപവാദം പറയുക, ഇല്ലാതെ ഒരാളെ കുറിച്ച് അപവാദം പറയുകയാണ് സ്ലാൻഡർ, അപവാദം, ഡിഫമേഷൻ. ഇതും എന്തിൽ പെടും? ടോട്ട്സിൽ പെടുന്നതാണ്. ടോട്ട്സ്, പീഡനങ്ങള്, ഇതൊക്കെ പീഡനത്തിൽ പെടും. ഓക്കെ. മലീഷ്യസ് പ്രോസിക്യൂഷൻ. എന്താ മലീഷ്യസ് പ്രോസിക്യൂഷൻ? എന്താ? പീഡനം. പ്രോസിക്യൂഷൻ എന്ന് വെച്ചാൽ പീഡനം. എങ്ങനെ പീഡനം? മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് വെച്ചാൽ ശുദ്രമായ പീഡനം. ചിലവരെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കാന്ന് പറയില്ലേ, ഭയങ്കര. മറ്റൊരു എന്താന്ന് വെച്ചാ, ഉദാഹരണത്തിന് എന്തെങ്കിലും പ്രോസിക്യൂഷൻ എന്ന് വെച്ചാൽ കോടതിയിൽ കേസ്. അപ്പൊ ഒരു വക്കീല് ഒരു പീഡനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു കേസ് എടുക്കുന്നു. കേസ് എടുക്കുന്ന സമയത്ത് അവരെ കോർട്ടിനുള്ളിൽ എന്താ ഈ പീഡനത്തിന്റെ കാര്യങ്ങള് പച്ചയ്ക്ക് ചോദിച്ച് അതിനെ വീണ്ടും എന്താ, ഒരു പ്രാവശ്യം പീഡനത്തിന്റെ ഏറ്റുവാങ്ങിയതിന്റെ വീണ്ടും കോടതിയിൽ അതിനെ ഇങ്ങനെ പറഞ്ഞ് അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു പീഡനമാണ്. അതാണ് ശുദ്ര പീഡനം, മലീഷ്യസ് പ്രോസിക്യൂഷൻ. അതിന്റെ പേരിൽ പുറത്തിറങ്ങിയിട്ട് പിന്നെയും ആളുകൾ വീണ്ടും അതിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് പീഡിപ്പിക്കുന്നു. ഓക്കെ. പറഞ്ഞ് പീഡിപ്പിക്കുന്നതില്ലേ അവർക്ക് ഇങ്ങനെ ഉച്ചേറ്റ് കൊടുക്കുക, ഒരു കാര്യം ചെയ്തു അതിനെ കുറിച്ച് വീണ്ടും. അതാണ് മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്, ശുദ്രപീഡനം. ഓക്കെ. അപ്പൊ തോട്ട്സിന്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ലോ ഓഫ് തോട്ട്സിന്റെ കാര്യങ്ങള് ഇവിടെ കറക്റ്റ് 5 പോയിന്റ് 6 പോയിന്റ് ഉണ്ട്. മിസ്ലേനിയസ് ടോൺസ് എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മള് കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവരും ഇവിടെ തന്നെ ഇല്ലേ? ഒരു 5 മിനിറ്റ് എല്ലാവരും പോയി ഫ്രഷ് ആയിട്ടൊക്കെ വായും. 5 മിനിറ്റ് ഇല്ല, ഒരു 2 മിനിറ്റ് എല്ലാവരും ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വായും. ഞാനും കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വരാം. ഓക്കെ. 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 എല്ലാവരും വന്നാ? റെഡിയായി എല്ലാവരും? ഓക്കെ. ഓക്കെ. ഇപ്പൊ നമ്മള് അത്രേ ഉള്ളൂ. ഇനി പുതിയ കുറച്ച് ആക്ടുകൾ വരെയാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പഠിച്ചേക്കാം. ഓക്കെ. ഇനി ഒരു 3-4 ആക്ട് സെപ്പറേറ്റ് വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ബൈഹാർട്ട് എങ്ങനെ എനിക്കെന്ന് വിചാരിച്ച് ഓരോരുത്തരും അത് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഫസ്റ്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഈ ആക്ട് നിലവിൽ വന്നത്
came into force September 1st, 1987. സെപ്റ്റംബർ 1-ന് 1987 സെപ്റ്റംബർ 1-നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് മിനിമൽ കോസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് മാറ്റർ ഡിസൈഡ് വിത്തിൻ 3 to 4 months. എന്ന് വെച്ചാൽ എന്താ, ഇതിന്റെ പ്രയോജനം കിട്ടുന്നത് 3 മുതൽ 4 മാസത്തിനുള്ളിലായിരിക്കും. അഡ്വാൻറ്റേജ്, ഇതിന്റെ ഗുണം മിനിമം ഏകദേശം ഇൻവോൾവ്ഡ് കിട്ടുന്നത് ഒരു കസ്റ്റമറിന് കിട്ടുന്നത്, കൺസ്യൂമറിന് കിട്ടുന്നത് ഡിസൈഡഡ് എത്ര ആയിരിക്കും, വിത്തിൻ 3 to 4 months, 3 അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ. പ്രൊവൈഡ് റിഡ്രസൽ ഫോർ ഡിഫക്റ്റീവ് ഗുഡ്സ്, എഫക്റ്റീവ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീഷണേഴ്സ്. എന്ന് വെച്ചാൽ എന്താ, ഇതിന് എന്തിനു വേണ്ടിയിട്ടാ, എന്തെങ്കിലും സാധനങ്ങൾ കേടുവരാം, എന്തെങ്കിലും സാധനങ്ങളിൽ ക്വാളിറ്റി കുറവ്, പിന്നെ അനാവശ്യമായ വ്യാപാരങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അൺഫെയർ ട്രേഡ്, കച്ചവടത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമ്മളെ അങ്ങനെ എന്തെങ്കിലും കൺസ്യൂമറിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ എടുക്കാം. അതിനു വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത്. അത് 1987-ലാണ് കൺസ്യൂമർ പ്രൊട്ടക്ട് ആക്ട് വന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയാം, മെയിൻ ആയിട്ട് ഇതിന്റെ ഗുണം കിട്ടുന്നത് 3 അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ. പിന്നെ ഇത് കൊടുക്കുന്നത് എന്താ, നമ്മുടെ ഗുഡ്സ് നമ്മൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അതിന്റെ ക്വാളിറ്റിയിൽ അളവിൽ നോക്കാം, ക്വാണ്ടിറ്റിയിൽ എങ്ങനെയുണ്ട്, ക്വാണ്ടിറ്റിയിൽ അളവുണ്ടെങ്കിൽ നോക്കാം, ക്വാളിറ്റി എങ്ങനെയാണ്, അതിന്റെ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ പറ്റും. അങ്ങനത്തുള്ള കാര്യങ്ങൾക്കാണ് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നത്. ഈ കൺസ്യൂമർ എന്ന് വെച്ചാൽ എന്താ, പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻസ്. എന്താ, അതെന്താന്ന് വെച്ചാല് ഏതെങ്കിലും പരിഗണനയ്ക്കായി എന്തെങ്കിലും സാധനങ്ങള് എടുക്കണ ഒരു വ്യക്തിനെ പറയണാണ് ആര്, കൺസ്യൂമർ. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ ചെല്ലണമെങ്കിൽ നമ്മൾ എന്ത് പറയൂ, കൺസ്യൂമർ എന്ന് പറയും. നമ്മളൊരു കടയിൽ ചെന്ന് ഒരു സാധനം വാങ്ങിച്ചാൽ നമ്മൾ കൺസ്യൂമർ ആണ് അല്ലെ. അപ്പൊ അതാ പറയണേ, ഏതെങ്കിലും എനി സർവീസ്, എന്തെങ്കിലും സർവീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാൻ ചെല്ലുന്ന ഒരു വ്യക്തിയാണ് കൺസ്യൂമർ. അതിന്റെ ഡെഫിഷ്യൻസി എന്താണ്, അതിന്റെ കുറവ് എന്താണ്, എന്താ, a fault, imperfection, shortcoming or inadequacy, the quality, nature and manner of performance of a contract or otherwise in relation to the service. എന്താ, ഒരു കരാറിന്റെ ഗുണമേന്മയിലും അതിന്റെ സ്വഭാവത്തിലും അതിന്റെ പ്രകടനത്തിന് അതിന്റെ എങ്ങനെയുള്ള ആ രീതിയാണോ അതിന്റെ സേവനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തെറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പൂർണ്ണത, അതർവൈസ് റിലേഷൻ ഇൻ സർവീസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ഇതിന്റെ കുറവ് വരുന്നത്. ഒന്നല്ലെങ്കിൽ എന്ത് വരാം, ഫോൾട്ട്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാം. നമ്മളൊരു സാധനം വാങ്ങി അല്ല എന്തെങ്കിലും നമുക്ക് തോന്നേണ് ഫോൾട്ട്, ഇത് എത്രയും പോരാ, ഇതിന് നല്ലൊരു വിചാരിച്ചത്രയും പഴുത്തതല്ല, 1 കിലോ മാങ്ങ കഴിക്കാം. മാങ്ങയാണെങ്കിലോ വിചാരിച്ചത്രയും പഴുപ്പില്ല, പഴുത്തതാണെങ്കിലോ മുഴുവനും ചീഞ്ഞു പോയത് അല്ലെ. അപ്പൊ ഇൻപെർഫെക്ഷൻ, നമുക്ക് അതിലൊരു പെർഫെക്ഷൻ തോന്നണില്ല. അതിന്റെ ഗുണമേന്മ നോക്കിയിട്ട് നമുക്ക് തോന്നുന്നില്ല, അതിന്റെ സ്വഭാവം, അതിന്റെ ക്വാണ്ടിറ്റി ഒന്നിലും നമുക്കൊരു തൃപ്തിയല്ല. നമുക്കത് തോന്നേണ് ഇതൊരു തെറ്റാണ്, ഇതൊരു അങ്ങനെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ കുറവ് വരാം. ഓക്കെ, ഇനി അതിന്റെ സർവീസ് എന്താ, സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡിങ് ഫ്രീ സർവീസ്. സൗജന്യ സേവനം ഒഴികെയുള്ള ഏത് വിധത്തിലും ഈ സേവനം കിട്ടാം. സൗജന്യ സേവനം പറ്റില്ല, ഇതിനൊരു ചെറിയ തുക ഈടാക്കും. സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡിങ് ഫ്രീ സർവീസ്, ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഫ്രീ സർവീസ് ഒഴികെ. ടൈം ലിമിറ്റേഷൻ ഉണ്ട്, CPA. ടൈം ലിമിറ്റേഷൻ എന്താ, എ ക്ലെയിം ഓഫ് കോമ്പൻസേഷൻ അണ്ടർ CPA മസ്റ്റ് ബി ഫിൽഡ് വിത്തിൻ 3 years. CPA എന്ന് വെച്ചാൽ എന്താ, CPA നമ്മളിവിടെ പഠിച്ചു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. മറക്കരുത്, CPA എന്താ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പൊ ഇതിന്റെ ടൈം ലിമിറ്റേഷൻ എന്താ, CPA പ്രകാരമുള്ള നഷ്ടപരിഹാരം, കോമ്പൻസേഷൻ എന്താ, 3 വർഷത്തിനുള്ളിൽ ഒരു ക്ലെയിം, നമ്മളൊരു സാധനം മേടിച്ചു, അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ എന്ത് കൊടുത്തു, കൺസ്യൂമറിൽ കേസ് കൊടുത്തു. കൺസ്യൂമർ ആക്ട് വന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾക്ക് കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ആക്ട് വന്നേക്കിയ, നമ്മൾ കേസ് കൊടുത്തു. കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരം കിട്ടണമെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. എത്ര, 3 yearsനുള്ളിൽ ഫയൽ ചെയ്യണം കോമ്പൻസേഷൻ കിട്ടാൻ. നാഷണൽ ഫോറം, നാഷണൽ ആണെങ്കിൽ
നാഷണൽ ലെവലിലുള്ള കംപ്ലൈന്റ് ആണെങ്കിൽ 30 ലക്ഷവും, സ്റ്റേറ്റ് ഫോറത്തിന് 5 ലക്ഷവും, ഡിസ്ട്രിക്ട് ഫോറത്തിന് 5 ലക്ഷവും നഷ്ടപരിഹാരം കിട്ടും. ഓരോ ലക്ഷങ്ങൾ എത്രയാണെന്നുള്ളത് ഏത് സ്റ്റേറ്റ് ആണോ, നാഷണൽ ആണോ, ഡിസ്ട്രിക്ട് ആണോ എന്ന് ശ്രദ്ധിക്കാം, ഓർത്ത് വെക്കാം. അപ്പൊ ഇതിന്റെ ടൈം ലിമിറ്റേഷൻ, ക്ലെയിം എങ്ങനെയാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ക്ലെയിം എങ്ങനെ? ഏകദേശം 3 വർഷത്തിനുള്ളില്. നാഷണൽ ആണെങ്കിൽ 30 ലക്ഷം, സ്റ്റേറ്റ് ആണെങ്കിൽ 5 ലക്ഷം, ഡിസ്ട്രിക്ട് ആണെങ്കിലോ 5 ലക്ഷം. ഓക്കെ. നെക്സ്റ്റ്, പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ്. പേഷ്യന്റിന് എന്താ അവകാശങ്ങൾ? രോഗിക്ക് ഒരുപാട് അവകാശങ്ങൾ ഉണ്ട് അല്ലേ? നമ്മള് ഹോസ്പിറ്റലിൽ ചെന്നാലും രോഗികൾക്കുള്ള അവകാശങ്ങൾ കൊടുക്കണം. അവകാശങ്ങളുണ്ട്. അവകാശങ്ങൾ എന്താ? ഫസ്റ്റ്, റെസ്പെക്ട്ഫുൾ. അവരെ റെസ്പെക്റ്റീവ് കെയർ ചെയ്യണം. മാന്യമായ പരിചരണം, റെസ്പെക്റ്റ് ആയിട്ട് വേണം അവരെ കെയർ ചെയ്യാനായിട്ട്. റെസ്പെക്ട്ഫുൾ ആയ കെയർ കൊടുക്കണം. നെക്സ്റ്റ് എന്താ? കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രൊഗ്നോസിസ്. രോഗനിർണയം, ചികിത്സ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും കറക്റ്റ് ചെയ്ത് വെക്കണം. കംപ്ലീറ്റ് ഇൻഫർമേഷൻ, മുഴുവൻ ഇൻഫർമേഷനും എന്തിനെ കുറിച്ചുള്ളതാ? ഡയഗ്നോസിസ്, രോഗം എങ്ങനെയാണ്, അതിന് ട്രീറ്റ്മെന്റ് എന്താ കൊടുക്കണേ, പ്രഗ്നോസിസ്, രോഗം കണ്ടുപിടിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളും കംപ്ലീറ്റ് ഇൻഫർമേഷനും പേഷ്യന്റിന് അറിയണം. അറിയാനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. നെക്സ്റ്റ് എന്താ? പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ഫ്രം ഡോക്ടർ ബിഫോർ ഗിവിംഗ് കൺസെന്റ്. എന്ന് വെച്ചാൽ എന്താ? പേഷ്യന്റിന്റെ സമ്മതം നൽകുന്നതിന് മുമ്പ് ഡോക്ടറിൽ നിന്ന് പേഷ്യന്റിന് എല്ലാ വിവരവും, പേഷ്യന്റിന്റെ വിവരങ്ങൾ അറിയാനുള്ള ഒരു സമ്മതം കിട്ടണം. അതിനുള്ള അവകാശമുണ്ട്. ഓക്കെ. പേഷ്യന്റിന് എന്താണ് അസുഖം, ഞാൻ എന്തെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള എല്ലാ വിവരവും ആരിൽ നിന്ന് കിട്ടണം? ഡോക്ടറിൽ നിന്ന് കിട്ടാനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. അതാണ് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താ? റൈറ്റ് ടു റിഫ്യൂസ് ട്രീറ്റ്മെന്റ് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ലോ ആൻഡ് ടു ബി ഇൻഫോംഡ്. എന്താ? നിയമം അനുവദനീയമായ പരിധിയുടെ ആ ഒരു ചികിത്സ വരെ അവർക്ക് അവകാശങ്ങൾ അറിയിക്കാനുള്ളതുണ്ട്. റൈറ്റ് ടു റിഫ്യൂസ് ട്രീറ്റ്മെന്റ്. അവർക്ക് എന്താ അവകാശം? അവര് ട്രീറ്റ്മെന്റിന് നിരസിച്ചു, അവർക്ക് പറയാം എന്താ, ഇന്ന ട്രീറ്റ്മെന്റ് പേഷ്യന്റിന് ഡോക്ടർ കൊടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് ഡോക്ടർക്ക് മനസ്സിലായത് ഈ പേഷ്യന്റിന് കയ്യിൽ ക്യാഷ് ഇല്ല, ഈ പേഷ്യന്റിന് ഈ ട്രീറ്റ്മെന്റ് കൊടുത്താൽ. അങ്ങനെ പേഷ്യന്റിന് ഡോക്ടർ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ട്രീറ്റ്മെന്റ് നിർത്തിയത്, റെഫ്യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്? ടു എക്സ്റ്റെൻഡ് പെർമിറ്റഡ് ബൈ ലോ ടു ബി ഇൻഫോംഡ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പരിധി വരെ പേഷ്യന്റിന് ആ ചികിത്സ കൊടുക്കണം. അതും നിയമത്തിൽ പറയുന്നുണ്ട്. മെഡിക്കൽ കൺസിക്വൻസസ് എന്ന് വെച്ചാൽ എന്താ? മെഡിക്കലിന്റെ അനന്തഫലങ്ങൾ എന്തൊക്കെയാണ് അതറിയണം. റൈറ്റ് ടു പ്രൈവസി. ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ്സ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. സ്വകാര്യതയ്ക്കുള്ള അവകാശം. എല്ലാ ആശയവിനിമയങ്ങളും രേഖകളും രഹസ്യമായിട്ട് വെക്കണം. ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ആ ഡോക്ടറിന്റെ ഉള്ളിൽ അതെന്തായിരിക്കണം? സീക്രട്ട് ആയിരിക്കണം. അത് മറ്റുള്ളവരോട് പറയരുത്. അങ്ങനെ ആ പേഷ്യന്റിന്റെ ഫുൾ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പേഷ്യന്റിനും ആ പേഷ്യന്റിന്റെ കൂടെ നിൽക്കണ ഏത് സ്റ്റാഫാണോ അവരുടെ ഉള്ളില് സീക്രട്ട് ആയിരിക്കണം. മറ്റുള്ളവരോട് പറയരുത്. അതിനൊരു പ്രൈവസി വേണം. ഓക്കെ. നെക്സ്റ്റ് എന്താ? ഹോസ്പിറ്റൽ മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ സർവീസ് ആൻഡ് റെഫറൽ ആൻഡ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഇൻ കേസ്. എന്താ? എന്തെങ്കിലും ഒരു കേസ് അടിയന്തരാവസ്ഥയായിട്ട്, എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു കേസ് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം, അതിന്റെ മൂല്യനിർണ്ണയം എന്താണോ അത് വെച്ചിട്ട് വേണം അവർക്കറിയാനായിട്ട്. ഹോസ്പിറ്റൽ കൊടുക്കണം പ്രൊവൈഡ് ഇവാലുവേഷൻ. അതിനൊരു ഇവാലുവേഷൻ കൊടുക്കണം. എന്തിനാ? അവരുടെ സേവനങ്ങൾ, സർവീസ്, അല്ലെങ്കിൽ എന്താ റെഫർ ചെയ്യണത്, ഇൻഡിക്കേറ്റ് ബൈ ദ അർജൻസി കേസ്. എമർജൻസി പേഷ്യന്റിനെ എന്ത് കേസ്, ഈ പേഷ്യന്റിന് എന്ത് കാരണം കൊണ്ടാണോ റെഫർ ചെയ്യണത്, അല്ലെങ്കിൽ എന്ത് സേവനം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണം. അതിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ വേർ വൺ ഈസ് ബീങ് റെഫേർഡ് ടു. എന്താ? ഒരാളെ റെഫർ ചെയ്യുന്ന, നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലുമായിട്ടുള്ള ആ ഒരു ബന്ധം,
ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് പേഷ്യന്റിനെ റെഫർ ചെയ്യണം. അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു ബന്ധം അത് കറക്റ്റ് ആയിരിക്കണം. റൈറ്റ് ടു റെഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ സെർച്ച്. എന്താ എന്തെങ്കിലും വിസ സമ്മതിച്ചു, ടേക്ക് പാർട്ട് റെഫ്യൂസ് അത് നിരസിച്ചു, എന്തെങ്കിലും അവകാശത്തിന് അനുസരിച്ച് എന്തെങ്കിലും പേഷ്യന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ അവർക്ക് താല്പര്യമില്ല, റെഫ്യൂസ് അത് നിരസിച്ചു, അതിന്റെ അവകാശങ്ങളെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ റൈറ്റ് അതിനുള്ള ഒരു അവകാശം വേണം. റിസർച്ച് ചെയ്യാൻ, നിരീക്ഷിക്കാനുള്ള അവകാശം നിരസിക്കരുത്. ടു റെഫ്യൂസ് നിരസിക്കരുത്. റൈറ്റ് ടു നൗ അപ്പോയിന്റ്മെന്റ് അവൈലബിലിറ്റി ഡോക്ടർ കണ്ടിന്യൂറ്റി ഹെൽത്ത് കെയർ ഡിമാൻഡ് ആഫ്റ്റർ ഡിസ്ചാർജ്. അപ്പോയിന്റ്മെന്റുകൾ അറിയാനുള്ള അവകാശം. പേഷ്യന്റിന് എന്താ കാര്യങ്ങള്, എന്തൊക്കെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, ഇനി നാളെ എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുണ്ടോ, എനിക്ക് ഇനി എന്റെ അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനുള്ള അവകാശം. പിന്നെ ഡോക്ടറിന്റെ ലഭ്യത. പിന്നെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമുള്ള, പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്തു, അതിന് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനുള്ള അവകാശം. റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല്. ബില്ലുകള് വിശദീകരിക്കാനും അത് കൊടുക്കാനുള്ള അവകാശം. ടു ഇൻസ്പെക്ട് പരിശോധിക്കണം, എത്ര രൂപയായി, ഇത്ര രൂപ ഞാൻ എന്റെ ഹോസ്പിറ്റലിലായ അത് അന്വേഷിക്കുക. ഹോസ്പിറ്റലിൽ ചെന്ന് 2 ദിവസം കിടക്കുമ്പോഴത്തേന് ഒരു 10,000 ബില്ല് വന്നാൽ എന്തിനാ 10,000 ആയത്, ഇത്രയും രൂപക്ക് ഇത്രയും എന്താണ്. അപ്പൊ ഇൻസ്പെക്ട് പരിശോധിക്കുക. അതുപോലെ തന്നെ റിസീവ് എക്സ്പ്ലനേഷൻ ഓഫ് ബില്ല്, ബില്ലിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ കണ്ടുപിടിക്കും. റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ്. ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾ അറിയാനുള്ള അവകാശം. ഹോസ്പിറ്റലിന്റെ നിയമങ്ങൾ അറിയാനുള്ള അവകാശം. ഇത്രയും അവകാശങ്ങൾ ആർക്കുണ്ട്, പേഷ്യന്റിനുണ്ട്. ഇതൊക്കെ നമ്മൾ പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സിൽ വരുന്ന അവകാശങ്ങളാണ്. പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സിൽ വരുന്ന അവകാശങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഓക്കെ നെക്സ്റ്റ്. കുഴപ്പമില്ലല്ല, അവകാശങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് മിസ്ലേനിയസ് ആക്ട് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസ്. എന്താ ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുന്ന വിവിധ നിയമങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുന്ന വിവിധ നിയമങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ നിയമം സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട്. നമ്മളിവിടെ കൺസ്യൂമർ ആക്ട് പഠിച്ചു. അപ്പൊ അതിന് മുന്നേ വന്നതാണ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട്. 1860 വന്ന ആക്ടാണ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട്. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 കൺട്രോൾസ് ദ വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഓൺഡ് ബൈ ചാരിറ്റബിൾ ട്രസ്റ്റ്. എന്താ 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ നിയമം ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള സ്ഥിരമായ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും അതിന്റെ നടത്തിപ്പും നിയന്ത്രിക്കുന്നു. എന്താ പറഞ്ഞേ? കൺട്രോൾ ചെയ്യണം. ഈ സൊസൈറ്റി രജിസ്ട്രേഷൻ കൺട്രോൾ ചെയ്യുന്നത് എന്തിനെ? 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ചാരിറ്റബിൾ ഓണേഡ് ബൈ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണത് സൊസൈറ്റി രജിസ്ട്രേഷൻ ആണ്. അപ്പൊ സൊസൈറ്റി രജിസ്ട്രേഷൻ 1860 വന്നു. ഇത് 2 കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും. ഏതാ? വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കാനുള്ളതും പിന്നെ അല്ലെങ്കിൽ ഓൺഡ് ബൈ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഈ കാര്യങ്ങൾക്ക് all hospitals, the voluntary sector or non-government organization in medical care field should be registered under this act. എന്താ NGO എന്ന് പറയുന്നതാണ് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. NGO. അപ്പൊ എന്തെന്തിനാ പറയണേ? സന്നദ്ധ മേഖലയിലെ എല്ലാ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കെയർ മേഖലയില് സർക്കാർ സംഘടനകളിലൊക്കെ ഈ നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെ എല്ലാ ഹോസ്പിറ്റലും വോളണ്ടറി സെക്ടർ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ടാവും, മെഡിക്കൽ കെയർ ഉണ്ടാവും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, എന്താ പറഞ്ഞേ? ഓൾ ഹോസ്പിറ്റലിന്റെ വോളണ്ടറി സെക്ടർ പിന്നെ മെഡിക്കൽ കെയർ ഫീൽഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിന്റെ കീഴിലാണ്? NGOന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്
State Public Charitable Trust Act എന്താ? Some states have enacted their own Public Charitable Trust Act, which normally controls the details, working and management of hospitals established by public charitable trust. In such a state society should be also registered under the State Act. എന്ന് വെച്ചാൽ എന്താ? സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് വെച്ചാൽ കേൾക്കണില്ലേ? സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് നിയമങ്ങൾ എന്ന് വെച്ചാൽ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ സ്ഥാപിക്കുന്ന ഹോസ്പിറ്റലിന്റെ വിശദമായ പ്രവർത്തനങ്ങൾ, അതിന്റെ എന്തെല്ലാം കാര്യങ്ങൾ, കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ നടക്കുന്നുണ്ട്, അതിന്റെ മാനേജ്മെന്റിന്റെ എങ്ങനെയെല്ലാം കാര്യങ്ങളാണ് മാനേജ്മെന്റ് നിയന്ത്രിക്കുന്നത്, പിന്നെ അതിന്റെ സ്വന്തം ചാരിറ്റബിൾ ട്രസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് വേണം? അന്വേഷിക്കണം. എന്നിട്ട് അത്തരം സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമപ്രകാരം എന്ത് ചെയ്യണം? സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. ആൾസോ ബി രജിസ്റ്റേർഡ് അണ്ടർ ദ സ്റ്റേറ്റ് ആക്ട്. The society should be also be registered under the state act. അപ്പൊ ഇങ്ങനത്തെ സംസ്ഥാനങ്ങളില് സംസ്ഥാന നിയമപ്രകാരം സൊസൈറ്റികളൊക്കെ രജിസ്റ്റർ ചെയ്യണം. അതാണ് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിൽ പറയുന്നത്. അപ്പൊ ഒന്നുമില്ല, ഈ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിക്കുന്ന ഹോസ്പിറ്റലിന്റെ വിശദമായിട്ടുള്ള പ്രവർത്തനവും മാനേജ്മെന്റ് സാധാരണയായിട്ട് നിയന്ത്രിക്കുന്ന സ്വന്തം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിയമവും എന്താ ചില സ്ഥലങ്ങളിലൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ നടപ്പാക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൊസൈറ്റിനെ വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. അത്ര ഇവിടെ പറയണുള്ളൂ. അതാണ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 വന്നേക്കുന്നത്. അപ്പൊ സൊസൈറ്റി ആക്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. അത് ഓർത്താൽ മതി. പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എവിടെയാണ്? സൊസൈറ്റിയില്. എവിടെയാണ്? സൊസൈറ്റിയില്. അതാണ് ഈ സൊസൈറ്റി 1860 വന്ന സൊസൈറ്റി ആക്ടിൽ പറയണത്. ഓക്കെ. ഇൻ ആക്ട് ഇൻ റിലേഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ നഴ്സിംഗ് ഹോംസ്, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകളിൽ സ്ഥാപിക്കാനുള്ള ബന്ധപ്പെട്ട പ്രവൃത്തികൾ എന്തൊക്കെ? There are regional laws in state controlling the establishment and standard about the hospital or nursing home. ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം എന്നിവ സ്ഥാപിക്കാനായിട്ടുള്ള ആ ഒരു മാനദണ്ഡങ്ങൾ നിയന്ത്രിക്കുന്ന പ്രാദേശിക നിയമങ്ങളെല്ലാം നമ്മുടെ സംസ്ഥാനത്തിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൽ എന്തുണ്ട്? റീജിയണൽ ലോസ്. ഈച്ച് സ്റ്റേറ്റ്, ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ഹോസ്പിറ്റലിന് ഇന്ന നിയമങ്ങളുണ്ട്, പിന്നെ മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ പാലിക്കാനായിട്ടുള്ള നഴ്സിംഗ് ആയാലും നഴ്സിംഗ് ഹോം ആയാലും ഹോസ്പിറ്റൽ ആയാലും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഇനി ഷോപ്പുകള് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അതെന്താന്ന് നോക്കാം. എന്താ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്? എനി establishment legally coming under this definition with the regional municipal jurisdiction should be registered under this act. എന്താ അവിടെ പറയണേ? പ്രാദേശിക മുനിസിപ്പൽ അധികാര പരിധിയിൽ നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കീഴിൽ വരുന്ന ഏതൊരു സ്ഥാപനവും ഈ നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്യണം. അതാ പറഞ്ഞ ഷോപ്സ് ആയിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പൊ ഇവിടെ ഇൻ ദ ആക്ട് ഡിസൈൻഡ് ടു മാനേജ് ദ പേയ്മെന്റ് ഓഫ് ഏജ്, ഹവർ ഓഫ് വർക്ക്, ലീവ്, ഹോളിഡേ, ടൈം ഓഫ് സർവീസ് ആൻഡ് അതർ വർക്ക് കണ്ടീഷൻ പീപ്പിൾ ഹു ആർ എംപ്ലോയിഡ് ഇൻ ദ ഷോപ്പ്. എന്ന് വെച്ചാൽ എന്താ? കടയിൽ ജോലി ചെയ്യുന്ന നിയമം രൂപകൽപ്പന എങ്ങനെ ചെയ്തേക്കണേ? ഏതെങ്കിലും ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കൂലി, അവരുടെ ഈ ദിവസത്തിന് എത്രയാണ് അവരുടെ വേതനം, അവരുടെ ജോലി സമയം എത്രയാണ്, അവരുടെ അവധി ദിവസം എങ്ങനെയാണ്, അവരുടെ സേവന നിബന്ധനകള്, മറ്റു തൊഴിൽ സാഹചര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. അങ്ങനെയുള്ളതാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. അതിന് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വന്നേക്കണേ? ആ ഒരു കച്ചവടക്കാരൻ ആ കടയിൽ ഇരിക്കുന്നു, അവർ എത്ര സമയം ഇരിക്കുന്നുണ്ട്, അവര് ലീവ് എടുക്കുന്നുണ്ടോ, അവർക്ക് ജോലി സമയം എപ്പോഴാണ്, അവർക്ക് അവധി എപ്പോഴാണ്, അവരുടെ സർവീസ് എങ്ങനെയാണ്, അവർക്ക് കൂലി എന്തൊക്കെയുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് അത് എന്തിന്റെ അധികാരപരിധിയിലുള്ളിലാ തന്നെ? എന്തിന്റെ അധികാരത്തിനുള്ളിലാ? റീജിയണൽ മുനിസിപ്പൽ ജൂറിഡിക്ഷൻ, അതിന്റെ അധികാരപരിധിയിൽ വരുന്നതാ. പ്രാദേശിക മുനിസിപ്പൽ അധികാരപരിധിക്കുള്ളിൽ നിയമപരമായിട്ട് വരുന്നതാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഇത് അണ്ടർലൈൻ ചെയ്തിടാം.
ഇതിന്റെ എന്താ വിത്ത് ദ റീജിയണൽ മുനിസിപ്പൽ ജുറിഡിക്ഷൻ ഷുഡ് ബി രജിസ്റ്റേർഡ്. അത് രജിസ്റ്റർ ചെയ്യണത് എവിടെ? ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യും. ഈ കച്ചവടക്കാർക്ക് എന്തെങ്കിലും അവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ആണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഓക്കെ, ഇനി അപ്പൊ ഇത് കഴിഞ്ഞു. നെക്സ്റ്റ് PCPNDT. PCPNDT എന്ന് പറയുന്നത് എന്താ? പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. ഇമ്പോർട്ടന്റ് ആണ്. PCPNDT വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ആക്ട് നിലവിൽ വന്നത് എന്താ? 1994 സെപ്റ്റംബർ 20 എന്നാ അപ്രൂവ് ആയത്? സെപ്റ്റംബർ 20, 1994. പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? PCNDT എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാ? പ്രൊഹിബിഷൻ ഓഫ് സെക്സ്. പ്രൊഹിബിഷൻ ഓഫ് സെക്സ് എന്ന് വെച്ചാൽ എന്താ? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? പെൺഭ്രൂണ ഹത്യ തടയാനായിട്ട്. ഒരുപാട് ഹോസ്പിറ്റലില് പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ 4-5 മാസമാവും, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് 2 മന്ത് ആവുമ്പോ തന്നെ എന്താ അതിനൊക്കെ നശിപ്പിച്ച് കളയാൻ, ഞങ്ങൾക്ക് ഇപ്പൊ കുട്ടികൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഹോസ്പിറ്റലിലെ പെൺഭ്രൂണ ഹത്യ തടയാൻ, അല്ലെങ്കിൽ പെൺകുട്ടികൾ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും അറിയണേ പെൺകുട്ടിയാണെന്ന്. അപ്പൊ പെൺകുട്ടിയാണെന്ന് വേണ്ടാന്നും പറഞ്ഞ് അപ്പൊ അങ്ങനെയുള്ളതിന് നിയമമാണ് PCPNDT ആക്ട്. ഓക്കെ, അപ്പൊ 3 പോയിന്റ് അതിൽ പറയാനുണ്ട്. PCPNDT ആക്ട് നിലവിൽ വന്നത് 1994 സെപ്റ്റംബർ 20. അത് നിലവിൽ വരാനുള്ള കാരണം എന്താ? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ. പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ. പിന്നെന്താ അതിന്റെ ഫുൾ ഫോം ഓർക്കാം. ഫുൾ ഫോം എന്താ? പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസിസ് ടെക്നീഷ്യൻ. ഈ 3 ക്വസ്റ്റ്യൻസ് അതിനുള്ളതാ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഓക്കെ, പിന്നെന്താ? സ്റ്റാറ്റസ് അപ്രൂവ്ഡ് സ്റ്റോപ്പ് ഫീമെയിൽ ഫെറ്റിസൈഡ് ദാറ്റ് റിസൾട്ട് ഡിക്ലൈൻ ഫീമെയിൽ സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ. എന്ന് വെച്ചാൽ എന്താ? ലൈംഗിക തെരഞ്ഞെടുപ്പ് നിരോധന നിയമമാണ് PNCD എന്ന് പറയുന്നത്. ഫീമെയിലിന്റെ ആ ഒരു ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത് എന്താ? ലൈംഗിക തെരഞ്ഞെടുപ്പ് നിരോധന നിയമം. അതാണ് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ എന്ന് പറയുന്ന PNCDT. PCPNDT. PCPNDT. PC ഒരു ഹൈഫൺ ഇട്ടിട്ട് PNDT. PC എന്താ? പ്രീ കൺസെപ്ഷൻ. പ്രീ കൺസെപ്ഷൻ. അടുത്തത് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻ. ഇപ്പൊ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇപ്പൊ തന്നെ പഠിക്കുക. ഇത്തിരി പാടാണ് പഠിക്കാൻ. ഓക്കെ ഓക്കെ, എല്ലാവരും കൂടി ഇല്ലേ? ഉറങ്ങിപ്പോയാ? ബോറടിച്ചാ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് MTP ആക്ട്. MTP ആക്ടിന്റെ ഡേറ്റ് കൊല്ലം ഓർമ്മ വേണം. 1971 വന്നത്. MTP ആക്ട് വന്നത് 1971. ഇതെന്തിനാ വന്നത്? MTP അതിന്റെ ഫുൾ ഫോം ഓർക്കാം. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. കണ്ട, പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടതാണ് MTP. ചിലപ്പോ നിങ്ങൾക്ക് തെറ്റിക്കാൻ പറയും. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പേഷ്യന്റ് എന്ന് തരും. നമ്മളപ്പോ എന്ത് വിചാരിക്കൂ? ഇത് വായിക്കാത്ത ഒരാളാണെങ്കിൽ എന്താ? ഇത് ഉത്തരം വരുമ്പോ തന്നെ പേഷ്യന്റ് അല്ലേ? നമ്മൾ പേഷ്യന്റിനെ കുറിച്ചല്ലേ പഠിക്കണേ. അപ്പൊ മെഡിക്കൽ ടെർമിനേഷൻ പേഷ്യന്റ് ആണെന്ന് വിചാരിക്കും. പ്രഗ്നൻസി ഒട്ടും വരൂലാന്ന് വിചാരിച്ച് നമ്മൾ അതൊക്കെ തെറ്റി വരും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം. മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി. വീണ്ടും പറയണ്, പ്രഗ്നൻസി നിങ്ങൾ തെറ്റിക്കരുത്. അത്ര ഇമ്പോർട്ടന്റ് ആണ്. MTP ആക്ട് 1971 ഈ ആക്ട് വന്നത്. ഓക്കെ, ഈ ആക്ട് എന്താ കൊടുക്കണേ? To provide for the stoppage of certain pregnancies by registered medical practitioners and for matters linked therewith. എന്ന് വെച്ചാൽ എന്താ? രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷ്യന്മാർക്ക് ചില ഗർഭധാരണം നടത്താനായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു നിയമമാണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. മനസ്സിലായ? അപ്പൊ അവിടെ മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരു ഗർഭമായിട്ട് ബന്ധപ്പെട്ട ചില ഗർഭധാരണങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ ടെർമിനേഷൻ പ്രഗ്നൻസി ആക്ട് വന്നത്. 1971 വന്നു. ഓക്കെ, അപ്പൊ PCPNDT ആക്ടും MTP ആക്ടും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആകെ ഇതിനൊരു ക്വസ്റ്റ്യൻസ് ഉള്ളൂ. MTCP കൊല്ലം മാത്രം ഓർത്താൽ മതി. പിന്നെ അതിന്റെ ഫുൾ ഫോം ഓർക്കാം. PCPNDT എന്ന് പറയുന്നത് ഫുൾ ഫോം ഓർക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ. അത് കൊല്ലം ഓർക്കാം. 1994 സെപ്റ്റംബർ 20. ഓക്കെ,
നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ്. എന്താ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്? The biomedical waste management and handling rules 1998 came into operation. 1998 biomedical waste must not be mixed with other waste. എന്ന് വെച്ചാൽ എന്താ നമുക്ക് മനസ്സിലായി, ഒരു വേസ്റ്റ് ആണെന്ന് മനസ്സിലായി. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും ഇല്ലേ? ഏറ്റവും കൂടുതൽ വേസ്റ്റ് വരുന്നത് എവിടെയായിരിക്കും? കയ്യും കാലും സർജറി ഒക്കെ നടന്ന ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു പ്രസവിച്ചാൽ തന്നെ ഒരുപാട് കോട്ടൺസ് ആയാലും ഒരുപാട് ടിഷ്യൂസ് ആയാലും ഒരുപാട് എന്തൊക്കെ ആയാലും ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവും അല്ലെ? പിന്നെ കൈ കാലം മുറിഞ്ഞ് അതിന്റെ ഓപ്പറേഷൻ ചെയ്തത്, അപ്പൊ അതിന്റെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ എന്താ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് റൂൾസ് എന്ന് പറയുന്നത് എന്താ? ബയോമെഡിക്കൽ മാലിന്യങ്ങൾ മറ്റ് മാലിന്യങ്ങൾ. പോയിന്റ് പറയണേ, ബയോമെഡിക്കൽ വേസ്റ്റ് മിക്സഡ്, നോട്ട് മിക്സഡ്. മറ്റു മാലിന്യങ്ങളുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഹോസ്പിറ്റൽ സംബന്ധമായ ബ്ലഡ് അത് വേറെ മാലിന്യമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഹോസ്പിറ്റലായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി സോർട്ടഡ് ഔട്ട് ഓഫ് കണ്ടെയ്നേഴ്സ്, ബാഗ്സ് അറ്റ് ദ പോയിന്റ്സ് ഓഫ് ജനറേഷൻ ബിഫോർ ഇറ്റ് സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ. എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു ഇങ്ങനെ മറ്റ് വേസ്റ്റുകളായിട്ട് കലർത്താൻ പാടില്ല. ഓരോന്നിന്റെയും ഓരോ വേസ്റ്റുകൾ, ബയോമെഡിക്കൽ വേസ്റ്റ് ഇന്നത്തിന്റെ ഇന്ന വേസ്റ്റ്, കോട്ടന് മാത്രം കോട്ടൺ വേസ്റ്റ് അല്ലെ, അങ്ങനെ സെപ്പറേറ്റ് വേസ്റ്റുകൾ എന്ത് ചെയ്യണം? ഒന്നല്ലെങ്കിൽ കണ്ടെയ്നറില് അല്ലെങ്കിൽ ബാഗില് അങ്ങനെ തരംതിരിച്ച് വെക്കണം. അതാ പറഞ്ഞ അതിന്റെ ആക്ടാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്. അതിന്റെ നിയമത്തിൽ പറയണത് മാലിന്യങ്ങൾ, ഗതാഗതം, സംസ്കാരം, നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് മുമ്പ് ഇതൊക്കെ കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം? ഗതാഗതം, ട്രാൻസ്പോർട്ടേഷൻ. ഇത് നമ്മൾ ഈ വേസ്റ്റുകൾ വേറെ സ്ഥലത്തേക്ക് കൊടുത്തുവിടും. അത് കൊടുത്തുവിടുന്നതിന് എല്ലാം കൂടി കൂട്ടി ഒറ്റ ഇതിലാക്കി കൊടുക്കല്ല, ഓരോന്നിനും സെപ്പറേറ്റ് ആക്കി വേണം കൊടുത്തുവിടാൻ. നമ്മുടെ വീട്ടില് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ചേച്ചിമാരൊക്കെ എങ്ങനെ? അവരെല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊണ്ടുപോവോ? ഇല്ല. അതെങ്ങനെ? പ്ലാസ്റ്റിക് അവര് നോക്കും. കണ്ടെയ്നർ, സ്റ്റീൽ കണ്ടെയ്നർ, നമ്മൾ ബിരിയാണി ഒക്കെ മേടിക്കുമ്പോ കണ്ടെയ്നറിൽ ഇട്ടു. ആ കണ്ടെയ്നർ അവർ വേറെ പിറ്റിൽ വെക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ പ്ലാസ്റ്റിക്കിന്റെ പിറ്റ് മാത്രം, പ്ലാസ്റ്റിക്കുകൾ മാത്രം വേറെ ഇതിൽ വെക്കും. പിന്നെ നമ്മൾ ചായല പിന്നെ മസാലകൾ ഒക്കെ മേടിക്കുന്നതിന് ഒരു നല്ല കനമുള്ളതായിരിക്കും. അതിന്റെ ഇത് എടുത്തിട്ട് അവരെന്ത് ചെയ്യും? അതൊക്കെ വേറൊരു കവറിൽ വെക്കും അല്ലെ? അങ്ങനെ തിരിച്ചാണ് അവര് വേസ്റ്റ് എടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വേസ്റ്റ് എടുക്കുന്നത് പ്ലാസ്റ്റിക്കിൽ തന്നെ. അപ്പൊ ഹോസ്പിറ്റലാവുമ്പോ പല തരത്തിൽ വേസ്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനത്തെ വേസ്റ്റുകളൊക്കെ സെപ്പറേറ്റ് വെക്കണം എന്നാണ് ഈ പറയുന്നത്. ട്രാൻസ്പോർട്ടേഷന് മുമ്പ് എവിടേക്കെങ്കിലും ഇത് കൊണ്ടുപോവേണ് അല്ലേ? അപ്പൊ അതിനു മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് പ്രിവെൻഷൻസ് ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട്. 2012 വന്ന ഏറ്റവും അവസാനം വന്ന ആക്ട് ആണ്. ഓക്കെ, അപ്പൊ ഈ 2012 ഈ ആക്ട് വന്നത് അക്രമവും സ്വത്ത് നാശമൊക്കെ തടയാനായിട്ട്. 2012 കുറച്ച് കൊല്ലായിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ചോദിക്കും. ഈ ആക്ട് ബാൻ വയലൻസ് അഗെയിൻസ്റ്റ് ഹെൽത്ത് കെയർ സർവീസ് പേഴ്സൺസ് ആൻഡ് ടു പ്രിവെന്റ് ഡാമേജ് ആൻഡ് ലോസ് ടു പ്രോപ്പർട്ടി ഇൻ ഹെൽത്ത് കെയർ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫോർ മാറ്റേഴ്സ് റിലേറ്റഡ് ദെർവിത്ത്. എന്ന് വെച്ചാൽ എന്താ? ആതുര സേവന സ്ഥാപനങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായിട്ട് ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾ, ആരോഗ്യത്തിന്റെ ഈ ഇങ്ങനെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ, അവരെ ഈ അക്രമങ്ങൾ, അവിടെ എന്തെങ്കിലും അക്രമങ്ങൾ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിന്റെ നാശനഷ്ടങ്ങൾ തടയാനായിട്ട്, അവിടെ എന്തെങ്കിലും നാശനഷ്ടങ്ങളും അക്രമങ്ങളും ഉണ്ടായാൽ അത് തടയാനായിട്ടുള്ള ഒരു നിയമമാണ് പ്രിവെൻഷൻസ് ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ആക്ട് വന്നത്. ഓക്കെ, അത് 2012 വന്നു. അപ്പൊ നിങ്ങള് നമ്മുടെ ഇതോടുകൂടി ചാപ്റ്റർ തീർന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ, സ്പീഡിൽ പോയാ. അപ്പൊ പ്രിവെൻഷൻസ് ഓഫ് വയലൻസ് ഡാമേജ് പ്രോപ്പർട്ടി ആക്ട് 2012 വന്നു. ആ ആക്ട് മാത്രം പഠിച്ചാൽ മതി. എന്തിനു വേണ്ടിയിട്ടാ ആക്ട് വന്നേന്ന് വേണ്ട. വയലൻസ് നമുക്കറിയാലോ, എന്തിനു വേണ്ടിയിട്ടാ? പ്രോപ്പർട്ടി, എന്തെങ്കിലും പ്രോപ്പർട്ടി പറയുന്നത് എന്തറിയാം? സ്വത്തിന് നമ്മുടെ ജീവിതത്തെ നാശങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് വന്ന ആക്ട്. കൊല്ലം പഠിക്കാം 2012. കാരണം എന്താ? ലാസ്റ്റ് വന്നതാണ്, അധികം നാളായിട്ടില്ല ഈ ആക്ട് വന്നിട്ട്. അതുകൊണ്ട് ചിലപ്പോ ഇത് ചോദിക്കാം. ഓക്കെ, 2012 അത് ഓർത്ത് പഠിക്കാം.
അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ തീർന്നു. എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ തുടങ്ങും. സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം. അതാണോ? അല്ല, ലാസ്റ്റ് 9ാമത്തെ മൊഡ്യൂള് 4ലെ 9ാമത്തെ ചാപ്റ്റർ ആണ് ഇത് നമ്മൾ എടുക്കുന്നത്. എല്ലാവരും ഇന്ന് നിങ്ങൾക്ക് എടുത്തതിൽ സംശയങ്ങളൊന്നും ആ സ്പീഡ് കൂടിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാ? സ്പീഡ് കൂടുതലില്ല മാം, ഇതുപോലെ പോയാൽ മതി, ഈസി ആയിട്ട് തോന്നും. ഓക്കെ. പിന്നെ കോഡുകൾ, നമ്മുടെ കോഡുകൾ 10 കോഡുകൾ നിങ്ങൾ പഠിക്കുക. അത് നിങ്ങളെ എഴുതിയെടുത്തവർക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കോഡുകൾ നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിന് പഠിക്കാട്ടാ. നിങ്ങൾ ഇങ്ങനെ 5 എണ്ണം എക്സ്ട്രാ വല്ലുണ്ട്. 5 എണ്ണം എന്ന് പറയണത് നിങ്ങൾ ഓർത്തിരിക്കുക. 2012 പ്രോജക്ട് ചെയ്ത് ഓർക്കുക. അതുപോലെ തന്നെ 1971 മെഡിക്കൽ ടെർമിനേഷൻ, 94 PNDT വരുന്നുണ്ട്. പിന്നെ 860 സൊസൈറ്റി രജിസ്ട്രേഷൻ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ അവിടെ അല്ലാതെ ഈ ആക്ടുകൾ. പിന്നെ കൺസ്യൂമറിന്റെ ഒരു ആക്ട് വരുന്നുണ്ട്, അതും ഓർത്തിരിക്കുക. 1987 കൺസ്യൂമർ ആക്ട് ഇട്ട. അപ്പൊ നിങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിക്കുക. ആദ്യം വന്നതൊക്കെ ഏതാന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഓരോന്ന് പഠിക്കാം. ഓക്കെ, എന്നാ താങ്ക് യു. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ മാം. ഹാപ്പി ന്യൂ ഇയർ മാം. അടുത്ത കൊല്ലം നമ്മൾ കാണും അല്ലേ? നമ്മൾ അടുത്ത കൊല്ലല്ലേ കാണുള്ളൂ. നിങ്ങളുടെ അവിടെ ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് പ്രോഗ്രാം ഒക്കെ ഇല്ല?